PJ ജോസഫിന്റെ മകന് രാഷ്ട്രീയം നിഷിദ്ധമല്ല. അപ്പോ KM മാണിയുടെ മകനായ ജോസ് കെ മാണി പൊതുവെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകുന്നു. എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? കന്നുകാലി വളർത്തലും കൃഷിയുമായിട്ട് നടക്കുന്ന ഒരു ചെക്കൻ. പ്രതിഭയുള്ള കഴിവുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരുന്നത് അത് അപ്പൻ രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ ഉള്ളൊന്നും നോക്കേണ്ട കാര്യമില്ല. കഴിവുണ്ടോ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരണം. അതിന് നമ്മളിപ്പം ഒരു ടേം മക്കൾ രാഷ്ട്രീയം എന്നുള്ള ടേം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അതൊരു ജസ്റ്റിഫൈ ചെയ്യാവുന്ന ഒരു ടേമയാണ്. ഈ കേരള കോൺഗ്രസ് പാർട്ടി PJ ജോസഫിനൊപ്പം ചേർന്ന പിന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അപ്പച്ചൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും കൂടെ നിന്ന ഇപ്പം പാർട്ടിയിലുള്ള ഏക നേതാവ് മോൻസ് ജോസഫ്. ഇപ്പം പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ. അപ്പം അങ്ങനെയുള്ള ഒരു മോൻസ് ജോസഫിനെതിരെ PJ ജോസഫും അബു ജോൺ ജോസഫും കൂടെ മോൻസ് ജോസഫിനെ വെട്ടാൻ പറയുമെന്ന് പറയുന്നവൻ്റെ പ്രിയപ്പെട്ട അപ്പു ജോൺ ജോസഫ്, എവിടെയായിരുന്നു താങ്കൾ ഇതുവരെ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചത് തൊടുപുഴയിലാണ്. പഠനം പല പല സ്കൂളുകളിൽ പോയിട്ടുണ്ട്. എനിക്കത് നഴ്സറി ഞാനും ഏറ്റവും ആദ്യം പോയത് ഒരു ആശാൻ കളറിയില്ല. ഇവിടെ പുറപ്പെടുള്ള ഒരു ആശാൻ്റെ മണല് എഴുതി പഠിച്ചതാണ്. അപ്പച്ചൻ ഇൻസിസ്റ്റ് ചെയ്ത് വിട്ടതാ. അവിടെ ഒരു ആശാൻ കളറി ഉണ്ടായിരുന്നു പണ്ട് പുറപ്പുഴ. ആ കളരിയിൽ പോയിരുന്ന് മണലിൽ എഴുതാൻ പഠിച്ചു. പുറപ്പുഴ തന്നെ ഒരു പ്രീ പ്രൈമറി സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ എനിക്കൊരു 3 മാസം പഠിച്ചു. പിന്നെ തൊടുപുഴയിൽ വിമലാലയം സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം UKG പറവൂര്. എൻ്റെ അമ്മയുടെ അമ്മ ഒരു ഡോക്ടറായിരുന്നു, അന്ധകാലത്ത് ഡോക്ടറാണ്. അമ്മയും ഡോക്ടറാണ്. അമ്മയുടെ അമ്മയും ഡോക്ടറായിരുന്നു, വെല്ലൂർ പഠിച്ചത്. അപ്പം അന്ന് അമ്മാമ്മ പറവൂരായിരുന്നു ജോലി, വടക്കം പറവൂര് ഇവിടെ. പറവൂര്. അപ്പം അവിടെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വലിയൊരു ഈ പറയാ എന്താ പറയുക, കയറുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, ഒരു പടിപ്പുരയുള്ള ഒരു വീടും ഒരു പഴയ, എനിക്ക് ഏതോ നമ്പൂതിരിമാരെ വീടായിരുന്നു, ഒരു 4 കെട്ട്. അതിൻ്റെ പുറകിലൊരു കുളവക്കുള്ള വീട്. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു വേഗ ഓർമ്മയാണ്. അവിടെ ഞാൻ UKG അവിടെ പഠിച്ചു. 1-ാം ക്ലാസ് അപ്പച്ചൻ ഈ 78-80 സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പം 1-ാം ക്ലാസ് തിരുവനന്തപുരത്ത് നിർമ്മല ഭവൻ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, സിസ്റ്റർ. അന്ന് 1 തൊട്ട് 4 വരെ അവിടെ ആമ്പിള്ളേരും ഉണ്ട്. പിന്നെ സ്കൂള് അല്ല, 4 വരെ ഉള്ളൂ. പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഗേൾസ് സ്കൂളാണ്. അവിടെ 1-ാം ക്ലാസ് പഠിച്ചു. തിരിച്ച് വീണ്ടും വിമലാലയം തൊടുപുഴ വന്ന് 4-ാം ക്ലാസ് വരെ പഠിച്ചു. 5-ാം ക്ലാസ്സിൽ വീണ്ടും അപ്പച്ചൻ അന്ന് റവന്യൂ മന്ത്രിയായിരുന്നപ്പം തിരുവനന്തപുരത്ത് ക്രൈസ്തവർ സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിച്ചു. അതിനുശേഷം 6 തൊട്ട് 10 വരെ ഡീപോളിൽ തൊടുപുഴയിൽ പഠിച്ചു. പ്രീ ഡിഗ്രി ദേവരെ ചെയ്തു. എഞ്ചിനീയറിങ് കോയമ്പത്തൂർ ചെയ്തു. അതിനുശേഷം കുറേ നാൾ IBS എന്ന് പറയുന്ന ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ അവർ തുടങ്ങിയ സമയത്ത് അവിടെ ജോലിക്ക് കയറി. പിന്നെ ഒരു 7 വർഷം സ്വിറ്റ്സർലൻഡിൽ സ്വിസ് എയറിൻ്റെ ഒരു അവരുടെ IT സെക്ഷനിൽ അവരുടെ ഒരു എയർലൈൻ സോഫ്റ്റ്വെയർ ജോലി ചെയ്തു. 2008 നാട്ടിൽ തിരിച്ചു വന്നു. IT എല്ലാം വിട്ടിട്ട് നേരെ കൃഷിയിലേക്ക് തിരിഞ്ഞു. ആ 2008 തൊട്ട് ഈ കാലഘട്ടം വരെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ചെറിയ രീതിയിൽ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പം അപ്പച്ചനെ നേരിട്ട് ഫോണിൽ കിട്ടാത്ത ആളുകളൊക്കെ എന്നെ വിളിച്ചു തുടങ്ങി. ഞാൻ അപ്പച്ചനോട് പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചു തുടങ്ങി. അപ്പം എന്തെങ്കിലും പാർട്ടിയിൽ വിഷയമുണ്ടെങ്കിൽ അബൂനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് പരിഹരിക്കപ്പെടുമെന്നൊരു സംസാരം പാർട്ടിക്കകത്തുണ്ടായി. അങ്ങനെ പതിയെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വന്നു. ഇപ്പം പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു ജോലി ഇപ്പോൾ കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് കോർഡിനേറ്ററുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഔദ്യോഗിക പദവിയില്ലെങ്കിലും. അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തിരുവാമ്പാടിയിൽ അബു ജോൺ ജോസഫ് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ TV യിലൊക്കെ വന്നു, പത്രത്തിലും വന്നു. അപ്പം അന്ന് നമ്മുടെ മീഡിയ ചാനലുകാർ വന്ന് അപ്പച്ചനോട് ചോദിച്ചേ, സാറേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എങ്ങനെയാ? അവൻ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, അവൻ കഴിവ് തെളിയിച്ച് അവനെ പാർട്ടിയിലിപ്പം നമ്മൾ കുറച്ച് അന്ന് ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറാണ്. അവൻ പാർട്ടിയിൽ കഴിവ് തെളിയിച്ച് കയറി വരട്ടെ. ഈ പാർട്ടിയിൽ ഇഷ്ടം പോലെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്, കയറി വരട്ടെ. അതിനുശേഷം നോക്കാം എന്നാ അപ്പച്ചൻ പറഞ്ഞു. അതൊരു 5 വർഷം മുമ്പ് പറഞ്ഞ. അതിനുശേഷം നമുക്ക് നോക്കാം സീറ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ അപ്പച്ചൻ്റെ ഒരു
സഹായത്തിന് വേണ്ടിയും ഈ പാർട്ടി പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പല രാഷ്ട്രീയ കക്ഷികളെയും ബാധിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അണികളും നേതൃത്വവും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ചാനലില്ല. പല പ്രവർത്തകർക്കും അവരുടെ വിഷയം ഒന്ന് കേൾക്കാൻ നമ്മളൊരു ചെവി കൊടുത്ത് അത് പരിഹരിക്കണമെന്ന് പോലുമില്ല. പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ചാലകം, ഒരു ചാലകം. അപ്പം അവർക്ക് ആ പ്രശ്നമുണ്ടെന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചാൽ എല്ലാ പ്രശ്നവും നമ്മളെ കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു പ്രവർത്തകൻ്റെ കൂടെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഫോണിൽ ക്ഷമയോടുകൂടി ആ പ്രശ്നം കേട്ടാൽ ആ പറയുന്ന ആളുടെ പ്രശ്നത്തിൻ്റെ ഒരു 70% അവിടെ തീർന്നു. അത് എന്നെ കേൾക്കാനൊരു നേതാവുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ ചെയർമാൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതൊരു, കാരണം എനിക്ക് ഈ പ്രോബ്ലം സോൾവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വെച്ചാൽ ഇത് വലിയ മോശമില്ല. കാരണം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്ന് പറയുന്നത് അതിലും വലിയൊരു സുഖമുള്ള ഒരു പണി ഈ ലോകത്തില്ല. നമുക്ക് എന്ത് പണിയും ചെയ്യാം. മറ്റുള്ളവൻ്റെ ഒരുത്തൻ്റെ ഒരു വേദനയോ അവൻ്റെ ഒരു വിഷയമോ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്തേക്ക് അങ്ങ് അഡിക്റ്റഡ് ആയി പോകും. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ 2008 വരെ ഉലകം ചുറ്റും ബാലിവനായിരുന്നു. ഉലകം കുറെ ചുറ്റും എനിക്കൊന്ന് 35 രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഉലകം ചുറ്റും ബാലിവൻ എന്നുള്ള ആ പദപ്രയോഗം കറക്റ്റാണ്. അതെ അതെ. അതിനുശേഷമാണ് കൃഷിയെയും കന്നുകാലി വളർത്തലും ഒക്കെ ആയിട്ട് ഒരു ഇങ്ങോട്ട് വന്നതിന് ശേഷം 2008 ശേഷമാണ്. അപ്പോഴും പാർട്ടിയുമായും പാർട്ടി പ്രവർത്തകരുമായും പാർട്ടി നേതാക്കളുമായും നിരന്തരമുള്ള ഒരു ബന്ധം താങ്കൾ പുലർത്തുന്നുണ്ടായിരുന്നു. അതായത് ഇന്നലെ വന്ന ഒരു പ്രവർത്തനമല്ല ഇത്. പിന്നെ ഈ ഉലകം ചുറ്റും ബാലിബ് എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഇന്ന് വരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഈ പണ്ട് നമ്മുടെ ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കൂപമണ്ടൂക ബുദ്ധി എന്ന് പറയും. കിണറ്റിൽ താമസിക്കുന്ന ഒരു തവളയുടെ പൊട്ടക്കിണറ്റിലെ തവള, പൊട്ടക്കലിൻ്റെ തവള ആ തവളയുടെ ലോകം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ലോകം. നമ്മുടെ നാട്ടിൽ പുരോഗമനങ്ങൾ വരണമെങ്കിൽ നമ്മൾ പുറത്തു പോയി ലോകം കാണണം, പഠിക്കണം, ലോകം കാണണം. മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്. ഇപ്പം അപ്പച്ചന് നയനാർ മന്ത്രിസഭയുടെ കാലത്തെ ഈ DPEP എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ DPEPനെ കളിയാക്കി ശ്രീനിവാസൻ സിനിമ വരെ ചെയ്തു. പക്ഷേ DP അതായത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അത് 6 ജില്ലകളിൽ, അത് 6 or 7 ജില്ലയിൽ നടപ്പാക്കി. അത് ഒരു ഫണ്ട് വെച്ചാണ് ചെയ്തത്. ബാക്കി ജില്ലകളിൽ വേറെ രീതിയിലും അതും നടപ്പാക്കി. അപ്പച്ചൻ ആ ഒരു സംഭവം ഇവിടെ കൊണ്ടുവരാൻ കാരണം വെച്ചാൽ അപ്പച്ചനും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒത്തിരി യാത്ര ചെയ്യുകയാണ്. ഇപ്പം യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും അപ്പച്ചൻ നേരെ പോകുന്ന അവിടുത്തെ സ്കൂളുകളിലാണ്. എങ്ങനെയാണ് അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ അവർ വികസിക്കാൻ കാരണം അവിടുത്തെ സിസ്റ്റത്തിന് എന്തോ നമ്മളുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ആ സിസ്റ്റം പ്രോപ്പറായിട്ട് പോകുന്നതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ ഇന്ന് വികസിത രാജ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ എന്ന് പറയുന്നത് നമ്മൾ പറയും ക്യാച്ച് ദം യങ്. കുട്ടികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഒരു പ്രീ പ്രൈമറി തൊട്ട് ഒരു 4ാം ക്ലാസ് വരെ ഈ സർക്കാർ ഏറ്റവും കുറവ് മുതൽ മുടക്കുന്നത് ആ മേഖലയിലാണ്. തീർച്ചയായും നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ 5000-6000 രൂപ കൊടുത്ത ഈ പാവം ടീച്ചേഴ്സ് പോയി പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് നടക്കുന്നത് ആ പ്രായത്തിലാണ്. ആ പ്രായത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്താൽ മാത്രമേ ഭാവിയിലേക്ക് ഉതകുന്ന പൗരന്മാരായിട്ട് നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കേണ്ടത്. ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അപ്പച്ചൻ ഈ DPEP കൊണ്ടുവന്നത്. ഈ DPEP വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ടീച്ചേഴ്സിന് പണി കൂടി. കാരണം ചുമ്മാ ഇപ്പം 20 വർഷമായിട്ട് മാറ്റാത്ത ഒരു സിലബസും വെച്ചിട്ട് രാവിലെ വന്നിട്ട് തറ പറ പന അല്ലെങ്കിൽ 1 1 2 2 2 4 എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചർമാർ പിള്ളേരെ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ പോകണം. അതെ, മാങ്ങ എന്താന്ന് പറയുന്നത് മാവിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇതാണ് മോനെ മാവിൻ്റെ ഇല, ഇത് നമുക്ക് വേണേൽ പല്ല് തേക്കാം, അല്ലെങ്കിൽ മാങ്ങ. അതെ, ആ സിസ്റ്റം കൊണ്ടുവന്നപ്പം ടീച്ചേഴ്സിന് പണി കൂടി. അപ്പം നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സംഘടനകളെല്ലാം കൂടെ ടീച്ചറെല്ലാം കൂടെ ഇതിനെതിരെ സമരം തുടങ്ങി. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെ അട്ടിമറിച്ചു. അന്ന് നിർഭാഗ്യവശാൽ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, നമ്മുടെ ഹൈക്കോടതി ഒരു വക്കീൽ വരെ പറഞ്ഞു ഇത്
കേരളത്തിൽ ചേർന്ന ഒരു പാഠ്യപദ്ധതി അല്ലാന്ന് പറഞ്ഞ്. പക്ഷേ NCERT നാട്ടിൽ വന്നിട്ട് ഈ പറയുന്ന ഈ പാഠ്യപദ്ധതി കൊള്ളാം, ഇന്ത്യ മൊത്തം അഡാപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവർ നേരെ എടുത്തുകൊണ്ട് പോയി. ഇപ്പം DPPയുടെ പേര് മാറ്റിയെങ്കിലും ഏതാണ്ട് അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള, പക്ഷേ ആ എൻറ്റയർലി അത് വന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പുറപ്പുഴയിലെ LP ഗവൺമെൻറ് LP സ്കൂളിൽ ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പുറപ്പുഴ LP സ്കൂളിൻ്റെ മതിലേൽ വരച്ചു വെച്ചിരിക്കുന്നത് പുറപ്പുഴ ഗ്രാമത്തിൻ്റെ മാപ്പാണ്. അത് എവിടെ പള്ളിയുണ്ട്, എവിടെ അമ്പലമുണ്ട്, എവിടെ കുളമുണ്ട്, എവിടെ പൊതുകിണറുണ്ട്, എവിടെ പാടങ്ങളുണ്ട്. ഈ പിള്ളേർ പഠിക്കുന്നത് വേറെ തലത്തിലാണ്. ഈ ഒന്നും ഇപ്പം എൻ്റെ മോൻ, ഞാൻ സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്ത എൻ്റെ മോന് അവിടെ കിൻഡർഗാർട്ടനിൽ പഠിക്കുമ്പം, KG പഠിക്കുമ്പം അവരെ ഒന്ന് എഴുതാനും വായിക്കാനും അല്ല പഠിപ്പിക്കുന്നത്. പിള്ളേരെ പഠിപ്പിക്കുന്നത് ഫസ്റ്റ് ആദ്യത്തെ ദിവസം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത്. കാരണം അവിടെ പിള്ളേർ തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. സീബ്ര ലൈനിൽ വന്നിട്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് നോക്കി, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിൽ അവിടെയൊക്കെ വണ്ടികൾ വന്ന് നിർത്തി കൊടുക്കും. എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്ന് ആദ്യം കൊച്ചിനെ പഠിക്കുന്നത്. ഇവിടെ ഒരു പ്രായമായ ഒരു വ്യക്തിക്ക് പോലും ഇന്ന് എറണാകുളത്ത് റോഡ് ക്രോസ് അറിയാമോ? വണ്ടി ഇടിച്ച് എത്ര പേരെ മരിക്കുന്നത്. ആ പറയുന്ന ഒരു 4 വയസ്സുള്ള കൊച്ചിനെ ആദ്യം പഠിപ്പിക്കുന്ന റോഡ് ക്രോസ് ചെയ്യണം. പിന്നെ പഠിപ്പിക്കുന്നത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന വേസ്റ്റ്, അതായത് ഗ്രീൻ വേസ്റ്റ് ഉണ്ട്, മെറ്റൽ വേസ്റ്റ് ഉണ്ട്, ഗ്ലാസ് വേസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഓരോന്നിനും കളർ കോഡഡായിട്ട് കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വേസ്റ്റ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, അതാ പിള്ളേരെ അടുത്ത് പഠിപ്പിക്കുന്നത്. പിന്നെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ്. ഈ നമ്മളിപ്പം ഒരു ചെറിയ ക്ലാസ്സിൽ പോയിട്ട് പിള്ളേരോട് പറയുക, അതായത് ഈ 1 എത്രയാണ്, എല്ലാവരും ഒന്നിച്ച് 2 എന്ന് വിളിച്ച് പറയും. അല്ലെങ്കിൽ ഓക്കെ ഞാൻ ചോദിക്കാൻ പോകുന്ന പറയുമ്പോൾ എല്ലാ പിള്ളേരും കൂടെ ഞാൻ ഇങ്ങനെ കൈവെക്കും. അവിടെ പറയും, ടീച്ചർ പറയും കൈവെക്കണം, ഞാൻ പറയുന്നവനെ പറയാവുള്ളൂ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നവനെ പറയാവുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും. ആദ്യത്തെ 3 ദിവസം എല്ലാവരും ഇങ്ങനെ ഷൗട്ട് ചെയ്യും. പക്ഷേ ടീച്ചർ പറയും ഓക്കെ എടാ നീ പറ എന്ന് പറയും. ഒരാഴ്ച കഴിയുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും, കൈവക്കി പിടിക്കുക, എൻ്റെ ടേൺ വരുമ്പോൾ എന്നോട് ചോദിക്കും, ഉത്തരം പറയുക, ക്ഷമ പഠിപ്പിക്കും. അതുപോലെ തന്നെ ലിസൺ ചെയ്യാൻ പഠിപ്പിക്കും. എൻ്റെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും എൻ്റെ വൈഫിൻ്റെ പേര് അനുവെന്ന. ഇവൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ വീട്ടിൽ വന്ന് പറയുന്നത്. ജർമ്മനിലാണ് പറയുന്നത്, പക്ഷേ പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ റിപ്രൊഡ്യൂസ്, അത് ഈ മെമ്മറിയും എങ്ങനെയാണ് ക്ലാസ്സിൽ ലിസൺ ചെയ്യേണ്ടതെന്ന് പിള്ളേരെ പഠിപ്പിക്കും. ഇവൻ 1-ാം ക്ലാസ്സിൽ കയറുമ്പോൾ പുസ്തകം നോക്കി വായിക്കാൻ അറിയാവുന്ന ഏക കുട്ടി ഇവനായിരുന്നു. കാരണം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പം നമ്മുടെ നാട്ടിൽ ഈ 1-ാം ക്ലാസ് തൊട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അഡീഷനും ഡിവിഷനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ല ഒന്നല്ല കിൻഡർഗാർട്ടൻ തൊട്ട്. അതുകൊണ്ട് അവനെ ഈ നാട്ടിൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ കുത്തിയിരുന്ന് ഇവനെ എഴുത്തും വായനയും പഠിപ്പിച്ചു. 1-ാം ക്ലാസ്സിൽ ഇവൻ കയറുമ്പം വായിക്കാൻ അറിയാവുന്ന ഏക കുട്ടി ഇവനായിരുന്നു. ബാക്കി അവിടുത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല, എഴുത്തും വായന അറിയാൻ മേല 1-ാം ക്ലാസ്സിൽ കയറുമ്പം. പക്ഷേ ഒരു 7-8 കഴിയുമ്പോഴത്തേക്കും ഇവർ പിന്നെ വേറെ ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറും. അവർ ഇപ്പം നമ്മുടെ നാട്ടിൽ ആർക്കും കോളേജിൽ പോകാം, ആർക്കും പോകാം, അവിടെ പറ്റത്തില്ല. കഴിവുണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ അറിയണം. അവിടെ ഈ ഗിംനാസിയം എന്ന് പറയും. നമ്മളൊരു 7-8 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ ടാലൻ്റഡായിട്ട് കുട്ടികളെ തരംതിരിച്ചിട്ട് പഠിക്കാൻ എന്ന് പറയുന്നത് ഈ കഴിവുള്ള കുട്ടികളെ വേറെ ഇതിലേക്ക് വിടും, മറ്റു പിള്ളേരെ ITI പഠനത്തിലേക്ക് വിടും. അപ്പം അങ്ങനെ തിരിച്ചു വിടുക. അത് യൂറോപ്പ് മൊത്തം അങ്ങനെ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിക്ക് അവൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഡോക്ടറേറ്റ് നമുക്കറിയാലോ. ഒരു യൂറോപ്പിലൊരു ഡോക്ടറേറ്റിൻ്റെയും ഇന്ത്യയിലെ ഡോക്ടറേറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാം, അല്ലേ? ഞാൻ പറയാം. അപ്പം അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഈ ഉലകം ചുറ്റും വാലിബനെ തുടങ്ങിയതാണ്. ഞാൻ പറയുന്നത് പുറത്ത് പോയി നമ്മൾ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം അപ്പച്ചൻ കൊണ്ടുവന്ന പല ഈ BMNBC റോഡുകൾ, ഇപ്പം നമ്മൾ കാണുന്ന റോഡുകളില്ലേ BMNBC റോഡുകൾ, അത് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് PJ ജോസഫാണ്. അതായത് നായനാർ സർക്കാരിൻ്റെ കാലത്തെ അന്ന് കേരളത്തിൽ മഴ പെയ്താലും കേടാകാത്ത, സാധാരണ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ വർഷം റോഡ് അറിയും, മഴ പെയ്യും, കട്ടറാവും, അടുത്ത വർഷം വീടിൻ്റെ അറിയും. അന്ന് പതിബൽ എന്ന് പറയുന്ന, ഓർക്കുന്നുണ്ടാവും, ഒരു എഞ്ചിനീയറൊക്കെ ആത്മഹത്യ ചെയ്ത ഒരു മലേഷ്യയിലുള്ള ഒരു കമ്പനി കൊണ്ടുവന്നിട്ട്
ഫസ്റ്റ് ഉണ്ടാക്കിയ റോഡ് എന്ന് പറയുന്നത് അങ്കമാലി മൂവാറ്റുപുഴ തൊടുപുഴ റോഡാണ്. ആ റോഡ് ഉണ്ടാക്കിയാണ് ആ റോഡ് ഉണ്ടാക്കിയിട്ട് 14 വർഷം കഴിഞ്ഞാണ് ഫസ്റ്റ് കുഴി അടച്ചത്. ആ റോഡിൻ്റെ 14 വർഷം ഒരു കുഴി ഉണ്ടാകാതെ കിടന്നു. ആ മോഡലിലാണ് ഇന്ന് കേരളം മൊത്തം റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് അപ്പച്ചൻ ചെയ്യാൻ കാരണം അപ്പച്ചൻ യാത്ര ചെയ്തുകൊണ്ടാണ്. മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവയർനെസ് വരണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. നമ്മൾ പുറം ലോകം കാണണം. ഇപ്പം നമ്മൾ ഈ വ്ളോഗർമാരൊക്കെ ഉണ്ടല്ലേ, ഇപ്പം എത്ര പേരാണ് പല രാജ്യങ്ങളിൽ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം ഇന്ത്യക്കാരുടെ നമ്മുടെയൊക്കെ ഈ ഒരു ഫേസ്ബുക്ക് നോക്കിയാൽ തന്നെ നമ്മുടെയൊക്കെ ഇപ്പം വിവരം ഒരു 10 മടങ്ങായി. ഞാനതാ പറഞ്ഞത്. ജോസഫ് സാറിന്റെ ഒരു ദീർഘവീക്ഷണം കേരളത്തിൽ ഉണ്ടാക്കിയ നവോത്ഥാനം വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കേരള മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരിൽ ഒരാളാണ് 7 വകുപ്പ്. ജോസഫ് സാർ. അതായത് ധനകാര്യ വകുപ്പ് അല്ല ധനകാര്യമില്ല. ആദ്യം തുടങ്ങിയത് ആഭ്യന്തരമായിരുന്നു. പിന്നീട് റവന്യൂ, എഡ്യൂക്കേഷൻ, പിന്നെ ഹൗസിങ്, പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ, വാട്ടർ റിസോഴ്സസ്, 7 വകുപ്പുകൾ. അപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് താങ്കൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പൊ ഈ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തെ കാണാൻ പുലർച്ചെ തന്നെ ആളുകൾ എത്തുകയും അവര് ഓരോരോ സങ്കടങ്ങൾ പറയുന്നതും ഒക്കെ അദ്ദേഹം ചെവി കേൾക്കുകയും അതിനോട് കാതോർക്കുകയും, അപ്പൊ ഇതൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടു വന്ന ഒരാളെന്ന നിലയിൽ ഇനി ഉള്ള ജോസഫ് വിഭാഗത്തിന്റെ, അല്ലെങ്കിൽ താങ്കളും ജോസഫ് അല്ല, ഒറിജിനൽ കേരള കോൺഗ്രസ്, ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള, ഓക്കെ, യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ്, പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ്. അപ്പൊ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസിന്റെ വരും കാല രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത്? അതായത് നമ്മുടെ ഈ ജോസ് കെ മാണിയുമായിട്ട് ഒരു വിഷയം ഉണ്ടായി. അതായത് മാണി സാറിൻ്റെ മരണശേഷം അതിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ ഈ സെഷനൊന്നും പോരാ. പക്ഷേ എന്നാലും ഞാൻ ഒരു ചുരുക്കത്തിൽ പറയാം. അത് ഈ പിളർന്നു പോയി എതിർ കക്ഷിയിൽ പോയി നിന്ന ആളുകളുടെ ഒരു ബുദ്ധിമോശം എന്നേ ഞാൻ പറയത്തുള്ളൂ. മാണി സാറ് ജീവിച്ചിരുന്ന സമയത്ത് അവസാന കാലഘട്ടത്തിലാണ് അപ്പച്ചനുമായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം. അതിന് പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട്, മറ്റ് പല കാരണങ്ങളുണ്ടെന്ന് വെച്ചോ. അതിലേക്ക് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. തുറന്നു പറഞ്ഞോളൂ. അതായത് മാണി സാറ് അതിന് മുൻപ് മാണി സി കാപ്പനുമായിട്ട് മത്സരിക്കുമ്പോൾ വളരെ മാണി സാറിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ മണ്ഡല പുനർനിർണയം വന്നു. അപ്പോൾ എന്താ പറ്റിയാൽ മാണി സാറിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മരങ്ങാട്ടുപള്ളി, അങ്ങനെ കുറേ പഞ്ചായത്തുകൾ, അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്, അതെല്ലാം കടുത്തുരുത്തിലേക്ക് പോയി. പൂഞ്ഞാറിൽ എന്ന് പറഞ്ഞാൽ അന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രം. പി സി ജോർജ് നമ്മുടെ MLA ആയിരുന്നല്ലോ. അപ്പോൾ പൂഞ്ഞാറിൽ നിന്നിരുന്ന ഒരു 4-5 പഞ്ചായത്തുകൾ പാലായിലേക്ക് വന്നു. അവസാനത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ അവിടെയൊന്നും എനിക്കൊന്ന് തലപ്പലമാണെന്ന് തോന്നി. ഏതൊരു പഞ്ചായത്തിൽ ഇപ്പം മാണി ഗ്രൂപ്പിന് മെമ്പർ പോലും ഇല്ല. പാലായാണെന്ന് വിചാരിക്കുക. പാലായിലെ ഒരു പഞ്ചായത്തിൽ മാണി ഗ്രൂപ്പിന് ഒരു മെമ്പർ പോലും ഇല്ലാത്ത മാണി ഗ്രൂപ്പിന് ഒരു മെമ്പർ പോലും ഇല്ലാത്ത പഞ്ചായത്തുകൾ അവിടെയുണ്ട്. മേലുകാവ്, തലപ്പലം, മൂന്നിലവ്, അതുപോലെ അങ്ങനെയുള്ള പഞ്ചായത്തുകൾ. ഭരണജ്ഞാനവും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഭരണജ്ഞാനം പിന്നെ കുറച്ച് മണി ഗ്രൂപ്പ് ഉള്ള സ്ഥലമാണ്. ആ ഒരു അവസ്ഥയിലാണ് ആദ്യമേ പി സി ജോർജ് മണി ഗ്രൂപ്പിൽ പോയി. കാരണം പി സി ജോർജിന്റെ ശക്തി കേന്ദ്രമാണ് ഈ പറയുന്ന ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും. പിന്നെ മാണി സാറ് ഒരു വിശാല കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു വെച്ചു. അതിനു മുമ്പ് മാണി സാറ് പറഞ്ഞിരുന്നു ഈ കേരള കോൺഗ്രസ്സുകൾ ഒന്നിച്ച് നീങ്ങും. മാണി സാറിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഒരു ഒന്നിച്ച് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ജോസഫ് ഗ്രൂപ്പും കൂടെ, മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും കൂടെ ലയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ആ ഒരു മധ്യ കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറി. എന്നിട്ട് പോലും മാണി സാറ് ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടിനാണ് ജയിച്ചത് മാണി സി കാപ്പനുമായിട്ട്. അപ്പം ആ ഒരു പശ്ചാത്തലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ഈ രണ്ട് അത് അപ്പച്ചൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. അപ്പച്ചന് രാജിവെക്കേണ്ടി വന്നു. മോൻസി ജോസഫ് നമ്മുടെ ടി യു കുരുളാഞ്ചേട്ടൻ മന്ത്രിയായി, പിന്നീട് മോൻസ് മന്ത്രിയായി. അതിനുശേഷം ലയനത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പച്ചൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് ആണ് ഇങ്ങോട്ട് വന്നത്. ഈ അവരുടെ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പല ചാനലുകളും ഒക്കെ
ഇറക്കി വിടുന്ന അവരുടെ നറേറ്റീവ് എന്ന് പറയുന്നത് പി ജെ ജോസഫിനെ രക്ഷപ്പെടുത്തി LDF നിന്ന് ഇങ്ങോട്ട് മാണി സാർ കൊണ്ടുവന്ന മാണി സാറ് പി ജെ ജോസഫിനോട് പറഞ്ഞിട്ട് ഈ പറയുന്ന ചില അച്ഛന്മാരും ചില ധ്യാനഗുരുക്കളുമൊക്കെ ഇടപെട്ടിട്ടാണ് ഈ പറയുന്നത്, നിർബന്ധിച്ചിട്ടാണ് വന്നത്. അപ്പച്ചൻ കയ്യിലുണ്ടായിരുന്ന മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഈ പാർട്ടി ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ക്ഷീണം ഉണ്ടായത് ജോസഫ് ഗ്രൂപ്പിന് മാത്രമേ ഉള്ളൂ. കാരണം നല്ലൊരു കേഡർ ലെവലിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നല്ല ശക്തിയുമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം ഈ പറയുന്ന പിന്നീട് ഒരു മാണി സാറ് ജീവിച്ചിരുന്ന കാലം വരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയി. അതിനു മുൻപ് കോട്ടയത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പോകും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അപ്പച്ചന് ഒരു വളരെ നാളായിട്ട് അപ്പച്ചന് തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പറയാം. പണ്ട് അപ്പച്ചന് മന്ത്രിയായിരുന്നപ്പം 4-ാം മന്ത്രിയായിരുന്നപ്പം കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോയ സമയത്ത് അപ്പച്ചനൊരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നിട്ട് അപ്പോൾ കൂടെയുള്ള ഗൺമാന് എന്നോട് പറഞ്ഞു, എന്നിട്ട് എവിടെയോ ട്രെയിൻ നിർത്തി ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവസാനം മദ്രാസിൽ അപ്പോളോയിൽ പോയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ പെങ്ങൾ അപ്പച്ചനോട് ചോദിച്ചേ, അപ്പച്ച ആ വേദന വന്നപ്പം എന്താ അപ്പച്ചന് തോന്നിയെന്ന് ചോദിച്ചു. പെങ്ങൾ യമനെ ചോദിച്ചേ. അപ്പച്ചൻ പറഞ്ഞു, എടി അപ്പം തോന്നിയതേ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ടല്ലോ, അതിനു മുമ്പ് ഇപ്പൊ പോയാൽ അത് നടക്കുകയല്ലോ. അപ്പച്ചൻ പറഞ്ഞതാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയ്ക്കണമല്ലേ. അങ്ങനെ അതായത് ഇപ്പം ഞാൻ മരിക്കാൻ പോകുമെന്നോ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അപ്പച്ചന് എപ്പോഴും ഉള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു പാർലമെൻറ്റിൽ. അതായത് നമ്മൾ അത് പറഞ്ഞാൽ വേണ്ട, നമ്മൾ ഈ മുന്നണി എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ എന്നാലും പറയാം, ഈ കേരളത്തിലെ നമ്മളൊരു തുറന്നുള്ള ഒരു അല്ല ഞാൻ പറയുന്നത് ഈ കേരളത്തിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും പല കാര്യങ്ങളും എഫക്റ്റീവായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകൾ പാർലമെന്റിൽ വേണം. കേരളത്തിൻ്റെ ഒരു വികസനം സ്വപ്നം കാണുന്ന ആളുകൾ പാർലമെൻറ്റിൽ പോയിട്ടേ ആവശ്യമുള്ളൂ. അപ്പച്ചൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമഗ്ര വികസനം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ കോയിൻ ചെയ്തത് അപ്പച്ചനാണ്. 80കളിൽ അപ്പച്ചനൊരു കേരള എന്താ എൻ്റെ പേര് മറന്നുപോയി, ഒരു 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 കാസറ്റ് ഇറക്കിയായിരുന്നു. അതിനകത്ത് അപ്പച്ചനൊരു പ്രസംഗം ഉണ്ടായിരുന്നു, കേരളത്തിൻ്റെ സമഗ്ര വികസനം. ആ സമഗ്ര വികസനം എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്ത് അപ്പച്ചനാണ്. അപ്പോൾ ഈ പാർലമെൻറ്റിൽ ഇപ്പോൾ ഡൽഹി പോയാൽ നമുക്ക് അർഹതയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടെത്തിക്കാവുന്നൊരു ആഗ്രഹം അപ്പച്ചന് പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അപ്പച്ചൻ പറഞ്ഞു അപ്പച്ചന് പാർലമെൻറ്റിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ വേറെ ആരും കോമ്പറ്റീഷൻ ഇല്ല. മാണി സാറും പറഞ്ഞു ഔസേപ്പച്ചൻ മത്സരിച്ചു. തലയെ കൈവച്ച് അനുഗ്രഹിച്ച് നമ്മുടെ മോൻസ് ജോസഫ് ഉണ്ട്, CF തോമസ് ഉണ്ട്, ജോസ് കെ മാണി ഉണ്ട്. എല്ലാവരും പാലാ ഇരുന്നിട്ട് തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിട്ട് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പം ആരോ ഇദ്ദേഹത്തെ പോയി ചെവി പറഞ്ഞു കൊടുത്തു, പി ജെ ജോസഫിനെ കോട്ടയത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളി പാർട്ടി കൈയടക്കും, എന്തോ അറിയാൻ മേല എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ. അവസാനം നിങ്ങൾ കണ്ടതാണ്, അന്ന് ഈ പറയുന്ന പോലെ പല പല ചർച്ചകൾ നടന്നു. ഇതൊക്കെ നടന്നു അവസാനം സീറ്റ് വീട്ടിലിരുന്ന തോമസ് ചാഴികാടനെ വിളിച്ചിറക്കി സീറ്റ് കൊടുത്തു. അന്ന് തുടങ്ങിയതാണ് ഈ പാർട്ടിയിലെ വിഷയങ്ങൾ. അതിനുശേഷം വീണ്ടും മാണി സാറ് മരണപ്പെട്ടു. പാർട്ടിയുടെ ഭരണഘടന പ്രകാരം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഇൻ ദ ആബ്സെൻസ് ഓഫ്, അപ്പച്ചനെ കുറിച്ച് മാണി ഗ്രൂപ്പുകാർ സ്ഥിരം കളിയാക്കുന്നൊരു സംഭവമാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ചെയർമാൻ. പക്ഷേ നമ്മുടെ പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ചെയർമാൻ ദി വർക്കിംഗ് ചെയർമാൻ ഹാസ് എവറി അതോറിറ്റി ടു ഫങ്ഷൻ ആസ് എ ചെയർമാൻ. അതായത് ചെയർമാൻ ഇല്ലാത്ത ഒരു സമയത്ത് ചെയർമാൻ മരണശേഷം അല്ല ചെയർമാൻ ഇല്ലാത്ത ഒരു അവസരത്തില് വർക്കിംഗ് ചെയർമാനാണ് അധികാരം. അതെ വർക്കിംഗ് ചെയർമാനാണ് അധികാരം. അതെ. എന്നിട്ട് നമ്മുടെ ജോസ് ടോം അവിടെ വന്ന് ഇലക്ഷൻ നിൽക്കുന്നു, ചിഹ്നത്തിന്റെ വിഷയം വരുന്നു, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു പി ജെ ജോസഫാണ് ചിഹ്നം കൊടുക്കേണ്ടത്. അപ്പം പി ജെ ജോസഫ് പറയുന്നു സ്ഥാനാർത്ഥി എന്നെ വന്ന് കാണട്ടെ, സ്ഥാനാർത്ഥി എന്നെ വന്ന് ചിഹ്നം ആവശ്യപ്പെടട്ടെ. ജോസ് ടോം പിറ്റേ ദിവസം സജി മഞ്ഞക്കടവനെ വിളിച്ച് പറയുന്നു. അവിടെ നിന്ന് വണ്ടിയെടുത്ത് പാലാ അവിടെ നിന്ന് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ജോസ് കെ മാണി ഫോൺ വിളിച്ച് പറഞ്ഞു ഒരു കാരണവശാലും പോയി കട്ടേക്കരുത്, തിരിച്ചു പോകാൻ പറയുന്നു. ചിഹ്നം കൊടുത്തില്ല പുള്ളിക്ക്, മറ്റേ എന്താ പറയുന്നത് ഈ പറയുന്ന പൈനാപ്പിൾ ചിഹ്നം കിട്ടുന്നു. പാലായിലെ പ്രസംഗത്തിൽ കൂവുന്നു. ഇതെല്ലാം കൂടെ ഒരു പരിണിത ഫലമായിട്ട് ജോസ് ടോം തോറ്റു പോകുന്നു. പിന്നീട് പാർട്ടി പിളരുന്നു. ഈ പറയുന്ന
കോട്ടയത്ത് ഇദ്ദേഹം പോയിട്ട് ഈ പല പ്രാവശ്യം ചർച്ചകൾ നടത്തിയതാണ്, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, അപ്പച്ചന് ഇപ്പോൾ 84 വയസ്സായി. ആ സമയത്ത് ഒരു ക്ഷമ അവർ കാണിച്ചിരുന്നെങ്കിൽ, അപ്പച്ചന് ഇപ്പം 84 വയസ്സുണ്ട്, കുറച്ച് നാളത്തേക്ക് ജോസഫ് സാറേ പാർട്ടി കൊണ്ടുനടത്തോളൂ, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടി ഒന്നിച്ചു നിന്നേനെ. ഇന്ന് ഈ പാർട്ടി ഈ പറയുന്ന പലരുടെയും വ്യക്തികളും ഇന്ന് അവിടെ ചെയർമാന്മാരായിട്ട് ഇവിടെ ഇരുന്നേനെ. അപ്പച്ചൻ പറയും എനിക്ക് വയ്യ, ഇനി വയ്യ, നിങ്ങൾ കൊണ്ടുപോകണമെന്നോളം പറഞ്ഞിട്ട് ഇത് ഒന്നിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് ഇല്ലാണ്ടാക്കിയത് ചില ആളുകൾ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയത്തില്ല, കൂടെ നിൽക്കുന്ന ആളുകളുടെ ഉപദേശത്തിൽ അദ്ദേഹം വീണുപോയി. അങ്ങയുടെ അഭിപ്രായത്തിൽ, അതായത് താങ്കളുടെ അഭിപ്രായത്തിൽ ജോസ് കെ മാണി ഒരു ഉപജാപക സംഘത്തിന്റെ വലയിലാണെന്നാണോ? ഞാൻ തീർച്ചയായിട്ടും, കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു ജോസ് കെ മാണി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളുകളൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന കൂടെ നിൽക്കുന്ന ആളുകൾ, പക്ഷേ അതിനകത്ത് അപ്പച്ചന് പലപ്പോഴും എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു നേതാവാകുമ്പോഴേ ഒരു നേതാവിന് നേതാവിൻ്റേതായ തീരുമാനങ്ങൾ വേണം. ഞാനൊരു തീരുമാനമെടുത്താൽ ഇതാണ് തീരുമാനം, അത് നടപ്പാക്കണം. പിന്നെ സൈഡിൽ നിന്ന് കെ കരുണാകരനെ കുറിച്ച് പറയുന്നില്ല, എന്തുകൊണ്ടാണ് കെ കരുണാകരനെ ആളുകൾ ലീഡർ എന്ന് വിളിക്കുന്നത്? കെ കരുണാകരൻ എടുക്കുന്ന തീരുമാനം അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഇതാണ് എൻ്റെ തീരുമാനം, ഇത് നടപ്പാക്കിക്കൊള്ളണം. അതാണ് ഒരു നേതാവിൻ്റെ ലക്ഷണം. PJ ജോസഫും KM മാണിയുമൊക്കെ ഒരു പാർട്ടിയുടെ നേതാവായത് എടുക്കുന്ന തീരുമാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. തീരുമാനമെടുക്കും, പലരും തീരുമാനമെടുക്കും. ഈ കോൺഗ്രസ്സിലെ തന്നെ പല നേതാക്കന്മാർ പറയും, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 2 പേര് അപ്പുറത്ത് നിന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ വേണ്ട മറ്റെന്ന് പറയും. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുത്താൽ ആ കമാൻഡിങ് പവർ ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ തീരുമാനം, ഇത് നടപ്പാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പാർട്ടി നടപ്പാക്കിക്കൊള്ളണം. ആ ഒരു സംഭവത്തിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭരണത്തിൽ നിന്ന് വിട്ടുനിന്ന ഈ കാലയളവിനുള്ളിൽ ശരിക്കും പാർട്ടിക്ക് കേരളത്തിലുടനീളം ഒരു നല്ല വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം കേരളത്തിലെ നമുക്ക് ഈ 14 ജില്ലകൾ എടുത്താൽ, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ജനതാദളിൻ്റെ അരുവിക്കര നിയോജകമണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം പാർട്ടിയിലേക്ക് കടന്നു വന്നു. അത് മോൻസ് ജോസഫ് ഇടപെട്ടാണ് അത് ചെയ്തത്. അവിടുത്തെ LDFൻ്റെ കൺവീനർ ജനതാദളായിരുന്നു. ആ കൺവീനർ അവിടെയുള്ള ജനതാദളിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, അവിടെയുള്ള 2 പഞ്ചായത്ത് മെമ്പർമാർ, ബാങ്ക് ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി വന്ന് ചേർന്നു. NCP എന്നൊരു വലിയ വിഭാഗം കേരള കോൺഗ്രസിലേക്ക് വന്നു. അതുപോലെ തന്നെ കേരളം മൊത്തത്തിൽ നോക്കിയാൽ ഇപ്പം തൊടുപുഴയിലാണെങ്കിൽ പോലും മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം ഇന്ന് തൊടുപുഴ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ അവിടെ ഒരു പുതിയ ഒരു നിയമമണ്ഡലം പ്രസിഡന്റ് വന്നിട്ടുണ്ട്, പ്ലേസ് വന്നിട്ടുണ്ട്. ഓരോ മണ്ഡലം കൺവെൻഷനുകളും പണ്ടൊക്കെ 50 പേരെ പങ്കെടുത്തേക്ക് ഇപ്പം 150ഉം 200ഉം പേര് പങ്കെടുക്കുന്ന മണ്ഡലം കൺവെൻഷനുകൾ, വാർഡ് കൺവെൻഷനുകൾ, വോട്ടേഴ്സിൻ്റെ പേര് ചേർക്കാൻ വേണ്ടിയുള്ള പൊതുവായിട്ട് കൂട്ടായ ചർച്ചകൾ, ഭവന സന്ദർശനം, ഫണ്ട് പിരിവ് എന്ന് വേണ്ട. ഇപ്പം ഇന്നലെ ആലപ്പുഴയിൽ ജില്ലാ കമ്മിറ്റിയായിരുന്നു. ആ ആളുകൾക്ക് ഇരിക്കാൻ സീറ്റ് അവസാനം പുറത്തുനിന്ന് സീറ്റ് കൊണ്ടുവരേണ്ടി വന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. അതിനുശേഷം ആലപ്പുഴ ടൗണിൽ നമ്മുടെ ഈ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ സിസ്റ്റർമാർക്കെതിരെ ഒരു പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. അത് മോൻസ് ജോസഫാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഇപ്പം എല്ലാ ജില്ലകളിലും ഭയങ്കര ഈ ഐക്യജനാധിപത്യ മുന്നണിയിലെ 3ാമത്തെ വലിയ കക്ഷി എന്ന് നമ്മൾ പറയുമ്പോഴും ഈ മധ്യ കേരളത്തിലെ പല ജില്ലകളിലെ 2ാമത്തെ വലിയ കക്ഷി കേരള കോൺഗ്രസ് തന്നെയാണ്. ആ രീതിയിലുള്ള വലിയ ഒരു സംഘടനാ പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മക്കൾ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനവും പ്രാധാന്യവും ഉണ്ട്, ശരിയല്ലേ? അത് കേരള കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഇപ്പം ഇന്ത്യയിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുത്താലും അല്ല, ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ അവിടെ ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ഏത് സംസ്ഥാനത്ത് പോയാലും ഇപ്പോൾ സ്റ്റാലിൻ കരുണാനിധിയുടെ മകനാണ്. കേരളത്തിൽ തന്നെ കോൺഗ്രസ്സുകാരുടെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുണ്ട്. അപ്പം മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ മാത്രം ഒരു കുത്തകയൊന്നുമില്ല. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായി പോയതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. കഴിവുണ്ടെങ്കിൽ, പൗരബോധമുണ്ടെങ്കിൽ, ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഇന്ന് ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ എന്നാ പാടാന്നറിയോ? നമ്മുടെ പാർട്ടി ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുമ്പം
ചെറുപ്പക്കാർക്ക് ആർക്കും ഈ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. എല്ലാവരും വിചാരിക്കുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് ഏതാണ്ട് വലിയ എന്തോ ഒരു നിധിയിലേക്ക് കയറി ചാടുന്ന പോലെയാണ്. എൻ്റെ അപ്പച്ചൻ്റെ എൻ്റെ ജീവിതം കണ്ട വ്യക്തിയാണ് ഞാൻ. സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും വേണ്ടെന്ന് വെച്ചിട്ട് നടക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ത്യാഗമാണ്. അതിലേക്ക് കടന്നു വരാൻ ഒരാൾ വില്ലിങ് ആണെങ്കിലേ 2 കൈയും നീട്ടി ചെറുപ്പക്കാരെ നമ്മൾ സ്വീകരിക്കുക വേണ്ടത്. കാരണം ഇന്ന് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിക്കും രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ല. അപ്പോൾ ഈ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ ചുമ്മാ ആളുകൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങയെ ഉദ്ദേശിച്ചല്ല ഞാൻ തുടങ്ങി വെച്ചത്. ഞാൻ ഈ കേരള കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എല്ലാ കക്ഷികളും ഉണ്ടത്. ഞാൻ വരികയാണ്. അതായത് കേരള കോൺഗ്രസ് മക്കൾ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നാണ് പൊതുവേ ഉള്ള ഒരു ആക്ഷേപം. ശരിയല്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി, ടി എം ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ ബി ഗണേഷ് കുമാർ, ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ വന്നു. അവരൊക്കെ മന്ത്രിമാരായി, ചിലർ എം പിമാരായി. ഞാൻ അതിന്റെ വേറൊരു ആംഗിൾ പറയട്ടെ. ഇത് കേരളത്തിലെ മക്കൾ രാഷ്ട്രീയം എന്ന് പറയാൻ കാരണം ഇടതുപക്ഷ മുന്നണിയിലെ ചുരുക്കം ആളുകളെ പിൻതലമുറക്കാർ ഇവിടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പം തന്നെ എടുത്തോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള പല നേതാക്കന്മാരുടെയും പിള്ളേരെ അവർ യൂറോപ്പിലും അമേരിക്കയിലും അവിടെ സഹാക്കന്മാരെ നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അവർ ജയിലിൽ പോകുന്നു. അവർ ഒരു എത്തും പിടിയില്ലാതെ, ഒരു ഗതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. ഐക്യജനാധിപത്യ മുന്നണി ഉള്ള നേതാക്കന്മാരുടെ മക്കൾ മാത്രമേ രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സർവീസാണ്. ആ സർവീസ് മൈൻഡുള്ളത് UDFിലെ നേതാക്കൾക്ക് മാത്രം. അത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പരിമിതമായ ഒരു പാർട്ടി, ഒരു സംസ്ഥാനത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നേതാക്കന്മാരുടെ മക്കൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും, ഇപ്പം ടി എൻ ജേക്കബ്, അനൂപ് ജേക്കബിന് വേണമെങ്കിൽ പുള്ളി ഒരു വക്കീലാണ്, എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് മനസ്സമാധാനം പോയി ജീവിച്ചാൽ മതി. പുള്ളി ഇന്ന് 24 hours പുള്ളി ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുക. കെ ബി ഗണേഷ് കുമാർ ബാലകൃഷ്ണയുടെ മോനാണ്. കെ ബി ഗണേഷ് കുമാർ ചുമ്മാ സിനിമയിൽ അഭിനയിച്ച് നടന്നാൽ മതിയായിരുന്നു, ഇഷ്ടംപോലെ പൈസ കിട്ടും. പക്ഷേ പുള്ളിയുടെ സിനിമാ ജീവിതം മാറ്റി വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്കാണ് വന്നത്. അതുപോലെ തന്നെ ഇപ്പം ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞാലും, മാണി സാറിൻ്റെ മകൻ, അദ്ദേഹം ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്യായിരുന്നു, ദുബായിൽ എനിക്ക് വന്ന് ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുണ്ട്, ദുബായ് ജോലി ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിട്ടിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പം ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ കാര്യം, ഫ്രാൻസിസ് ജോർജ് ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അപ്പച്ചനാണ് ബാങ്ക് എംപ്ലോയി ആയിരുന്ന ഫ്രാൻസിസ് ജോർജിനെ ആദ്യമേ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ച് ഈ ഇടുക്കി പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു. അദ്ദേഹവും എനിക്ക് വന്ന് ആദ്യത്തെ 2 പ്രാവശ്യം തോറ്റുപോയി. പിന്നെ 2 ടേം അദ്ദേഹം MP ആയി. ഇപ്പം അതേ കോട്ടയത്തിൻ്റെ MP ആയിട്ട് വളരെ ഗംഭീരമായ രീതിയിൽ ഇന്ന് പാർലമെൻറ്റിൽ അദ്ദേഹം പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുക. KM ജോർജിൻ്റെ മകനാണ്. അപ്പം പ്രതിഭയുള്ള കഴിവുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരുന്നത് അത് അപ്പൻ രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ ഉള്ളൊന്നും നോക്കേണ്ട കാര്യമില്ല. കഴിവുണ്ടോ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരണം. അതിന് നമ്മളിപ്പം ഒരു ടേം മക്കൾ രാഷ്ട്രീയം എന്നുള്ള ടേം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അതൊരു ജസ്റ്റിഫൈ ചെയ്യാവുന്ന ഒരു ടേമേ അല്ല. ഞാൻ പറഞ്ഞു വന്നതിലേക്കാണ് വീണ്ടും വരുന്നത്. പറഞ്ഞു. ഞാൻ പറഞ്ഞത് ജോസഫ് എന്ന് പറയുന്ന അഴിമതി രഹിതനായ, അതായത് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമാണ് PJ ജോസഫ്. അദ്ദേഹം 1978 തോന്നുന്നു ആദ്യമായി 70 തെരഞ്ഞെടുക്കപ്പെട്ടു. 78 മന്ത്രിയായത്. അന്ന് അദ്ദേഹം ആഭ്യന്തര വകുപ്പാണോ? ആഭ്യന്തര വകുപ്പ്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് 36-ാമത്തെ വയസ്സിൽ ആഭ്യന്തരമന്ത്രിയായ ആളാണ് PJ ജോസഫ്. അതെ, AK ആന്റണി മന്ത്രിസഭയിൽ. യെസ്. ആ PJ ജോസഫിന്റെ മകന് രാഷ്ട്രീയം നിഷിദ്ധമല്ല. അപ്പോൾ ഇന്ത്യയിലെ ഏത് പൗരനും രാഷ്ട്രീയം നിശ്ചിതമല്ല. എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് രാഷ്ട്രീയം എന്നുള്ളത്. ചോദ്യങ്ങൾ തീർന്നു. അപ്പൊ PJ ജോസഫിന്റെ മകന് രാഷ്ട്രീയം നിഷിദ്ധമല്ല. അപ്പോ KM മാണിയുടെ മകനായ ജോസ് കെ മാണി പൊതുവെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു. എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? കന്നുകാലി വളർത്തലും കൃഷിയുമായിട്ട് നടക്കുന്ന ഒരു ചെക്കൻ. ഈ രീതിയിലുള്ള ഒരു പ്രചരണമാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങ് പറയുന്നു രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവര് നേരം പുലർന്നാൽ ഇരുളുന്നത് വരെയും പൊതുപ്രവർത്തനമാണ്.
എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഉം. ബഹുമാന്യനായ PJ ജോസഫ് സാറ് പോലും ആരോഗ്യം ഇത്രത്തോളം ക്ഷയിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഉം. ഒരു ദിവസം ഒരുപക്ഷെ അദ്ദേഹം 2-3 മണിക്കൂറുകളൊക്കെ ആയിരിക്കും ഉം. ഉറങ്ങിയിട്ടുണ്ടാവുക. അതെ, എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേക്കുമായിരുന്നു, തൊഴുത്തിൽ പോകുമായിരുന്നു. രാത്രി ഈ പറഞ്ഞ പോലെ 10:30-11 മണിക്ക് കിടക്കത്തുള്ളൂ. ഈ 4 മണിക്കൂറൊക്കെ ഉറക്കം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതേ ഞാൻ പറയുക, ഇപ്പം ജോസ് കെ മാണി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നില്ല ഇതിന് ജോസ് കെ മാണിക്ക് വലിയ പങ്കൊന്നും ഉണ്ടെന്ന്. ഈ അദ്ദേഹത്തിന് വേണ്ടി ഗുണം ചെയ്യാനെന്നും പറഞ്ഞ് കുറേ ആളുകൾ കൂടെ നടപ്പുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ തന്നെ അബു ജോൺ ജോസഫും അല്ലെങ്കിൽ മോൻസ് ജോസഫുമായിട്ട് ഭയങ്കര ഫൈറ്റാണ്. മോൻസ് ജോസഫ് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ്, ഇതിനകത്ത് മുഴുവൻ പൊട്ടിത്തെറിയാണ് എന്ന് പറയുന്ന വാർത്ത ഉണ്ടാക്കുന്ന ആളുകൾ ജോസ് കെ മാണിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് വെപ്പ്. ഈ നിലവാരമില്ലാത്ത വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത ആളുകളെയാണല്ലോ പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു അഭിപ്രായം പൊതുജനത്തിനുണ്ടാകും എന്നുള്ളത് ഈ പറയുന്ന മണ്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വാർഡുകളിൽ വിജയിക്കും, കൂടുതൽ പഞ്ചായത്തുകളും ഒക്കെ കൂടുതൽ പഞ്ചായത്തുകളൊക്കെ നമ്മുടെ ഒരു പരിധിയിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഒന്ന് വിലയിരുത്തുക. ഇപ്പം നിലമ്പൂർ PV അൻവർ മാറി നിന്നിട്ട് പോലും അദ്ദേഹം 19,000 വോട്ട് പിടിച്ചിട്ട് പോലും ഐക്യനായകത്യ മുന്നണി അവിടെ വോട്ട് പിടിച്ചത് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അൻവർ ജയിച്ചത് 2,300 വോട്ടിനാണ്. ഇപ്പൊ ഈ നിലമ്പൂര് മലയോര കുടിയേറ്റ മേഖലകളിലൊക്കെ നമ്മുടെ പാർട്ടിക്ക് ശക്തമായ ഒരു വേരോട്ടമുണ്ട്. ശക്തമായ വേരോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാർട്ടി പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ പറയുന്ന രീതിയിലുള്ള വലിയ പാർട്ടി സംവിധാനമൊന്നും അവിടെ ഇല്ല. പക്ഷെ അത്യാവശ്യമുണ്ട്, പക്ഷെ അനുഭാവികളുണ്ട്. കാരണം ഈ പറയുന്ന മേഖലയിലൊക്കെ പോയി കുടിയേറി പാർത്തവരെല്ലാം ഈ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ആ കോർ ജില്ലകളിൽ നിന്നും പോയി കുടിയേറി പാർത്തവരാണ് ഇവരെല്ലാവരും. അടിസ്ഥാനപരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊക്കെ ഒരു കേരള കോൺഗ്രസ് വികാരമുണ്ട്. വേണമെങ്കിൽ പാർട്ടി നന്നായിട്ട് ഉണ്ടാക്കാവുന്ന മേഖല ഇതല്ല. 1964 കേരള കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. അതെ. അന്ന് ഈ കേരള കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുടെ രൂപീകരണത്തിന് പിന്നിൽ ഉണ്ടായിരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് കേരളത്തിലെ കർഷകരുടെ ഉന്നമനമായിരുന്നു. അത് മാത്രമല്ല PT ചാക്കോയായിട്ടുള്ള ഒരു അന്ന് അദ്ദേഹത്തോട് കാണിച്ച ഒരു നെറുകേടും അതിന്റെ പിന്നിൽ ഒരു വലിയ ഫാക്ടറുണ്ട്. അതെ, PT ചാക്കോ അതായത് കോൺഗ്രസ്സുകാരനായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. 1950 മരിച്ചതും കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ, കേരള കോൺഗ്രസ്സായിട്ടല്ല മരിച്ചത്. അതായത് 957 EMS മന്ത്രിസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു PT ചാക്കോ. ആ PT ചാക്കോയ്ക്ക് യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസിന്റെ രൂപീകരണവുമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ലെന്ന് പറഞ്ഞാൽ PT ചാക്കോയുടെ വികാരം ഉൾക്കൊണ്ടാണ് ബാക്കിയുള്ളവർ ഈ പാർട്ടി ഉണ്ടാക്കിയെന്നുള്ളൂ. അദ്ദേഹം പാർട്ടി ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. അല്ല, അതായത് സമ്പൂർണമായും രാഷ്ട്രീയത്തിൽ നിന്നൊരു വനവാസം എന്ന രീതിയിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയും അവിടെ വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ പാല 1965 പാലാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. അന്ന് കോട്ടയത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുകയാണ് മാണി സാറ്. ആ മാണി സാറിനെ പാലായിൽ വന്ന് മത്സരിക്കാനായി വിളിച്ചുകൊണ്ട് വന്നതാണെന്നാണ് പൊതുവെ എന്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് യഥാർത്ഥത്തില് കോൺഗ്രസ്സുകാരനായിരുന്ന KM മാണി പാലായിൽ വന്ന് മത്സരിച്ചു. പിന്നെ തുടർച്ചയായി 51 വർഷക്കാലം അദ്ദേഹത്തിന് നിയമസഭയിൽ ഇരിക്കാൻ കഴിഞ്ഞത് ആ ആദ്യ മത്സരത്തിലുള്ള തലവരെ മാറിയതല്ലേ? അങ്ങനെയല്ലേ? അല്ലെങ്കിൽ KPCCയുടെ നിർവാഹക സമിതി അംഗമായിരുന്നു അദ്ദേഹം. 26 വയസ്സോ മറ്റോ അന്ന് പ്രായമുള്ളൂ. അദ്ദേഹം കോഴിക്കോടോ മറ്റോ ആണ് വക്കീൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേരള കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴേ, ഈ മാണി സാറൊക്കെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നെങ്കിൽ പണ്ടേ കേരള മുഖ്യമന്ത്രിയായിരുന്നു. PJ ജോസഫ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ പണ്ടേ കേരള മുഖ്യമന്ത്രിയായനെ. കാരണം കഴിവുള്ള നേതാക്കന്മാരെ, കേരള കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പം പ്രാദേശികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മണ്ഡലങ്ങൾ എങ്ങനെയാണ് വികസിപ്പിക്കണമെന്ന് ഈ നാടിനെ കാണിച്ചു കൊടുത്തത് കേരള കോൺഗ്രസ് നേതാക്കന്മാരാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ
എനിക്ക് തന്നെ വാസവനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ ഒരു 3-4 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. എന്തോ വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു വാസവ വികസനം കാണണമെങ്കിൽ ദൂരെ ഒന്നും പോകണ്ട, തൊട്ടടുത്ത് കടുത്തുരുത്തിൽ മോൻസിൻ്റെ മണ്ഡലം ഒന്ന് പോയി നോക്ക്, പാലായിൽ മാണി സാറിൻ്റെ മണ്ഡലം നോക്ക്, തൊടുപുഴ വി ജോസഫിൻ്റെ മണ്ഡലം ഒന്ന് നോക്ക്. കേരള കോൺഗ്രസ്സൊക്കെ അറിയാം എങ്ങനെയാണ് മണ്ഡലം വികസിപ്പിക്കേണ്ടതെന്ന്. മണ്ഡല വികസനം മാത്രമല്ല, ഇപ്പം കേരളത്തിൻ്റെ നമ്മൾ ഈ പലരും ഈ എന്തു പറയുന്നത് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ +2 എന്ന് പറയുന്നത് എല്ലാവരും ഓർക്കുന്നത് +2 വിവാദം, അഴിമതി അതൊക്കെയാണ്. ഇദ്ദേഹം കോളേജ് പഠിക്കുന്ന കാലത്ത് എവിടെയാണ് പഠിച്ചേ? ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ബോർഡ്. അന്ന് ആ ജില്ലയിൽ എത്ര കോളേജുകളുണ്ട്? അന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജാണ് പ്രധാനപ്പെട്ട ഒരു കോളേജായിട്ട്. അല്ല, ആ ജില്ലയിൽ അന്ന് എത്ര കോളേജുണ്ട്? അന്ന് SN കോളേജ് ഉണ്ട്, ഫാത്തിമാത കോളേജ് ഉണ്ട്. നമ്മൾ എണ്ണി എടുക്കണം. ഇടുക്കി ജില്ലയിൽ ആകെ 3 കോളേജ്. തൊടുപുഴ ന്യൂമാൻ കോളേജ്, മൂലമറ്റം കോളേജ്, മുരിക്കാശ്ശേരി ഭവനാത്മ കോളേജ്. എനിക്കത് 3-6 ഗവൺമെൻറ് കോളേജ് അന്ന് തുടങ്ങിയെന്ന് അറിയത്തില്ല. അന്ന് 10ാം ക്ലാസ് പാസ്സായി വരുന്ന പിള്ളേർ 10,000 ലക്ഷക്കണക്കിന് പിള്ളേർ 10ാം ക്ലാസ് പാസ്സാവും. തീർച്ചയായിട്ടും അന്ന് അതിൽ കുറവാണ്. പ്രീ ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോകാൻ കോളേജുകളുടെ എണ്ണം വളരെ തീരെ കുറവാണ്. പകുതി പിള്ളേർ അന്ന് പഠിത്തം നിർത്തുക. അവർ പാരലൽ കോളേജുകളെ പിന്നെ ഉള്ളത് പാരലൽ കോളേജ്. പിന്നെ വീട്ടിൽ സാമ്പത്തികവും പൈസയൊക്കെ ഉള്ളവർ എവിടെയെങ്കിലും പോയി ഹോസ്റ്റലിലൊക്കെ നിന്ന് പുറത്തു പോകും. പകുതിയിലധികം പിള്ളേർ അന്ന് പഠിത്തം നിർത്തിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് എല്ലാ പഞ്ചായത്തിലും നമ്മുടെ വീടിൻ്റെ വാതിക്കെ +2 സ്കൂളുകളാണ്. സയൻസ് വേണമെങ്കിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് വേണമെങ്കിൽ കോമേഴ്സ്, മാത്സ് വേണമെങ്കിൽ മാത്സ്, കമ്പ്യൂട്ടർ വേണമെങ്കിൽ കമ്പ്യൂട്ടർ. ആ സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നത് PJ ജോസഫാണ്. അത് TN ജേക്കബ് പണ്ട് പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നപ്പം അതിനെ നഖശികാന്തം എതിർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാബിനറ്റിൽ എല്ലാ മന്ത്രിമാരും അതിന് എതിര് പറഞ്ഞപ്പോഴും PJ ജോസഫ് പറഞ്ഞു, ഈ സംഭവമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി തുടർന്ന കാര്യം വീണ്ടും ആലോചിക്കണമെന്ന് പറഞ്ഞു. EK നായനാർ നമ്മളെല്ലാവരും പുള്ളി ഒരു തമാശക്കാരനായിട്ടാണ് കാണുന്നത്. പക്ഷേ പുരോഗമനത്തിൻ്റെ കാര്യത്തിലും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഐഡിയ ഉള്ള മുഖ്യമന്ത്രിയായിരുന്നു EK നായനാർ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെ ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല. എന്തെങ്കിലും നല്ല കാര്യം ക്യാബിനറ്റിൽ EK നായനാർ പറഞ്ഞതാണ്, അത് കൊണ്ടുവന്നതല്ലേ, നല്ലതായിരിക്കും, നമുക്ക് ചെയ്തേക്കാന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞു വിശ്വാസമായിരുന്നു അപ്പച്ചനോട് EK നായനാർക്ക്. ഞാൻ പറയുന്നത് അന്ന് ആ എൻറ്റയർ ക്യാബിനറ്റ് പറഞ്ഞു, ഇത് നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തെ നമ്മൾ എന്ത് പറയുക ഇത് ചെയ്യുവാണ്, എന്താ പറയുന്നത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുവാണ്, നമ്മുടെ അടിസ്ഥാന താല്പര്യമായിട്ട് അപ്പം അപ്പച്ചൻ പറഞ്ഞു, ഈ നാട്ടിലെ പിള്ളേർക്ക് പഠിക്കണ്ടേ? ഈ നാട്ടിലെ പകുതി പിള്ളേർ പഠിത്തം നിർത്തിയിരിക്കുക. ഓരോ സ്കൂളുകളിലും അന്ന് ഗവൺമെൻറ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും +2 കൊണ്ടുവന്നുകൊണ്ട് ഇന്നെന്ത് സംഭവിച്ചു? ഇന്ന് മധ്യ കേരളത്തിലെ എല്ലായിടത്തും ഇന്ന് പിള്ളേർ +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങോ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ പഠിച്ചിട്ട് എല്ലാവരും ഇപ്പം ഇവിടുന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും ക്ഷീണം വന്നു കേരള കോൺഗ്രസ് പാർട്ടി. കാരണം കേരള കോൺഗ്രസ് പാർട്ടിയുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ ആരുമില്ല, പിള്ളേരെല്ലാം നേഴ്സിംഗ് പഠിച്ച് പുറത്തേക്ക് പോയി. പക്ഷേ ഇത്രയും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് കേരളത്തിൽ +2 വന്നതുകൊണ്ടാണ്. അത് PJ ജോസഫ് ഒരു പിടുത്തം പിടിച്ച് ഇത് നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകളുടെ കാര്യം. ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് കോയമ്പത്തൂർ. ക്യാപിറ്റേഷൻ ഇവിടെ അന്ന് കേരളത്തിലാകെ 5 എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളൂ. എൻട്രൻസ് എഴുതി കിട്ടിയില്ല. ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്ത് കോയമ്പത്തൂരാണ് ഞാൻ പഠിച്ചത്. അതുപോലെ തന്നെ എത്ര കോടി, 100 കണക്കിന് കോടി രൂപയാണ് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, സ്വാശ്രയ കോളേജുകളെ നമ്മൾ നാട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വീണ്ടും വിദ്യാഭ്യാസത്തെ നമ്മൾ കച്ചവടവൽക്കരിക്കുകയാണ് എന്നും പറഞ്ഞ് അച്യുതാനന്ദൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് എതിർത്തു. അല്ല, അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി, അച്യുതാനന്ദൻ അന്ന് എനിക്ക് വന്ന ഈ LDF കൺവീനറാണ്. ഒരു കാരണവശാൽ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അപ്പച്ചനപ്പം എനിക്കുന്ന കോതമംഗലത്തെങ്ങാണ്ട് ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും. നേരെ വണ്ടി വിളിച്ചിട്ട് ട്രിവാൻഡ്രത്ത് പോയി. ഇതുപോലെ തന്നെ പറഞ്ഞു, ഈ തീരുമാനം CMൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഈ ഇടയ്ക്ക് അൽഫോൻസ് കണ്ണന്താനം അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇത് മന്ത്രിസഭ അറിയാണ്ടാണ് PJ ജോസഫ് എന്നെ ഇത് ഡൽഹിയിൽ പോയി പെർമിഷൻ എടുക്കാൻ വേണ്ടി നിയോഗിച്ചതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബുക്ക് അതിൽ ഈ ഇടയ്ക്കൊരു വാർത്ത വന്നിരുന്നു. അത് പുള്ളി പറഞ്ഞതിൻ്റെ ഒരു എന്താ പറയുക അർദ്ധ സത്യങ്ങളാണ്. അതായത് അപ്പച്ചൻ പറഞ്ഞു വെച്ചാൽ ഒരു അന്വേഷണ സംഘത്തെ ബംഗാളിൽ വിട്ടു. ബംഗാളിൽ സ്വാശ്രയ കോളേജിലുണ്ട്. അന്ന് ജ്യോതിബാസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് CPMൻ്റെ സർക്കാരാണ് അവിടെ. അവിടെ സ്വാശ്രയ കോളേജുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തുകൊണ്ട് സഹായം ചെയ്തുകൂടാന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞു, വെരി ഗുഡ്,
താങ്കളത് നമ്മുടെ മന്ത്രിസഭയിൽ അത് പ്രസൻറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ സ്വാശ്രയ കോളേജ് കേരളത്തിൽ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി അങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോയി. സാരമില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കി എടുക്കാം. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ വളരും തോറും വളരുകയും വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് മാണിസാർ പറഞ്ഞല്ലോ. അന്ന് അങ്ങനെ മാണിസാർ പറഞ്ഞു, ഈ പാർട്ടി വളരും തോറും വളരും, വളരും തോറും വളരും, വളരും തോറും പിളരും, പിളരും തോറും വളരും, തളരും. ഇപ്പോ തളർന്നു. ഈ ഓവർ എ പീരീഡ് ഓഫ് ടൈം 1965 25 MLA-മാരുണ്ടായിരുന്ന പാർട്ടിക്ക് ഇപ്പം MLA-മാരെ ജയിപ്പിച്ചെടുക്കുക എല്ലാം കൂടെ എന്താ പറയുക, കൂട്ടി നോക്കിയാലും 10 താഴെ ഉള്ളൂ. അപ്പം പിളരും തോറും പാർട്ടി തളരുക ചെയ്തത്. അല്ല, പിന്നെ KM മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്ന കാലത്ത് 22 മുതൽ 25 സീറ്റുകളിൽ വരെ ജയിച്ചിട്ടുണ്ട്. 22 സീറ്റ് 25 സീറ്റ് ജയിച്ചത് 65-ലാണ്. 22 പിന്നീട് 70-ലോ ആ സമയത്തെങ്ങാണ്ട് 20 സംതിങ് ജയിച്ചത്. 22 സീറ്റാണ് ആകെ ജയിച്ചത്. 25-ലേക്ക് വന്നിട്ടുണ്ടോ? മാണിസാറിന്റെ കാലത്തല്ല, മുൻപ്. അതായത് പാർട്ടി ഒന്നായി നിൽക്കുന്ന സമയത്ത്. അതെ, പാർട്ടി ഒന്നായി നിൽക്കുന്ന സമയത്താണ് ഈ വലിയ വിജയം. 82-ല് ജോസഫ് ഗ്രൂപ്പിന് അന്ന് ജോസഫ് മണിയായി. 82-ല് ജോസഫ് ഗ്രൂപ്പിന് 8 MLA-മാര്, മണി 6. അപ്പോൾ 8 6 14 MLA-മാരുണ്ടായിരുന്നു അന്ന് 82-ല്. ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 13 സീറ്റിലോ മറ്റോ ആണ് മത്സരിച്ചത്. 12 സീറ്റ് മത്സരിച്ചിട്ട് കുറ്റിയാടി സീറ്റ് കിട്ടി. പക്ഷെ അത് അവിടെ അവര് CPM-ന് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി എതിർത്ത കൊണ്ട് കുറ്റിയാടി സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ 5 MLA-മാരാണോ 4 MLA? 5 MLA-മാരുമായിട്ട് ഒതുങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് പോയി എന്നൊരു ധാരണയാണ് പൊതുവെ പാർട്ടിക്കുള്ളിലും ജോസ് കെ മാണിയുടെ ഉള്ളിലും നിലവിലുള്ളതെന്നാണ് പൊതുവെയുള്ള ഒരു ചർച്ച. അല്ല, പാർട്ടി പോയോ ഇല്ലയോ എന്നുള്ളതല്ല. അതിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജോസ് കെ മാണി UDF-ലേക്ക് വരാൻ ഒരു വഴി തുറക്കുന്നുണ്ടെന്നുള്ള ഒരു കേൾവിയുണ്ട്. പക്ഷെ അതിനെ റോഷി അഗസ്റ്റിൻ നഖശികാന്തം എതിർക്കുകയാണ്. UDF-മായി ബന്ധപ്പെട്ട് ഇനി ഇടുക്കിയിൽ പോയി മത്സരിച്ചു കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ എത്തില്ല എന്നുള്ള ഒരു സംശയം ബലമായി റോഷി അഗസ്റ്റിന് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ ഈ പാലായിലെ രൂപത ഒരു അച്ഛൻ മാണി പുതിയടം? പാലായല്ല, അച്ഛന് ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള അച്ഛനാണ്. ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു അച്ഛൻ ഈ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും പോയി നിന്നിട്ട് എല്ലാവരും ഇട്ട് തട്ടിക്കളിക്കാതെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു ഇത് വന്നല്ലോ. അത് ഒരു പക്ഷേ ഈ ഇടതുമുന്നണിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജോസ് കെ മാണി വിഭാഗം ഈ അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാണോ? ഇടതല്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി UDF-ലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ജോസ് കെ മാണിയച്ഛൻ അങ്ങനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാണിയച്ഛനൊരു പാർട്ടി നന്നാവട്ടെ എന്ന് കരുതി അദ്ദേഹം പറഞ്ഞാണ്. എനിക്കറിയാവുന്ന മാണിയച്ഛന് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യക്തമായ പോളിസിയുള്ളൊരു അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം നേരത്തെയും ഇതുപോലെ തന്നെ അവരെക്കുറിച്ച് പറയുകയുണ്ടായി. കാരണം അവർ കാണിച്ച അബദ്ധമാണ് അങ്ങോട്ട് പോയതെന്ന് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത്, ഇങ്ങോട്ട് വരിക നമ്മൾ അതിൻ്റെ ഒരു പ്രായോഗിക രാഷ്ട്രീയം നമ്മൾ നോക്കണം. ആ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത്, കോട്ടയം ജില്ലയിൽ ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് വന്നാൽ, ഒരു ഉദാഹരണം പറയാം, രാമപുരം പഞ്ചായത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ജോസഫ് ഗ്രൂപ്പിന് 3, ഈ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഗ്രൂപ്പിന് 3 മെമ്പർമാരുണ്ട്, കോൺഗ്രസ്സിന് അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് UDF-ആണ്. ജോസ് കെ മാണി വിഭാഗം അവിടെ 12 സീറ്റ് മത്സരിച്ചു. അവർക്ക് എനിക്ക് വന്ന 6 മെമ്പർമാരെന്ന് എൻ്റെ ഓർമ്മ. അടുത്ത പ്രാവശ്യവും ഇലക്ഷൻ വരുമ്പം ഈ 12 പേർക്കും അവിടെ മത്സരിക്കണം. ആ 12 പേരിൽ 6 പേരിന് 6 പേര് തോറ്റ് നിൽക്കുക. ആ 6 സീറ്റ് ജയിച്ചേക്കുന്ന ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് തരാം, ജോസഫ് ഗ്രൂപ്പ് തരാം. ഈ 12 പേർക്ക് അവിടെ സീറ്റ് കിട്ടും. ഒന്നുകിൽ കോൺഗ്രസ്സുകാരെ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പുകാരെ മാറി കൊടുക്കണം. ആരെങ്കിലും ജയിച്ച സീറ്റ് ആരെങ്കിലും കൊടുക്കത്തില്ല. ഇത് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും. അതുപോലെ ഇപ്പം അവർക്ക് കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അതുപോട്ടെ, ഞാൻ പറഞ്ഞ ലയനം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റും. പക്ഷേ ഈ UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റുകളുടെ കാര്യത്തിൽ വരും. ഇപ്പം കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് എനിക്ക് തോന്നുന്നു 5 സീറ്റ് മത്സരിച്ചു.
കേരള കോൺഗ്രസ് 3, 5, 3, 8. മാണി സി കാപ്പൻ പാലാ മത്സരിച്ചു. ആ സീറ്റുകളിൽ ഇന്ന് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ അവർ ജയിച്ച് നിൽക്കുന്ന സീറ്റുകളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും. കേരള കോൺഗ്രസ് ഈ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പം അതൊക്കെ പ്രാക്ടിക്കലി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ഇതിനൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട്. പാലായിൽ ജയിച്ച് നിൽക്കുന്നത് മാണി സി കാപ്പനാണ്. കടുത്തുരുത്തി അവിടെ ശക്തി കേന്ദ്രമാണ്. അവിടെ ജയിച്ച് നിൽക്കുന്നത് മോൻസ് ജോസഫാണ്. ഈ 2 സീറ്റ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ എന്തോന്ന് മാണി ഗ്രൂപ്പ്. ജോസ് കെ മാണിക്ക് യഥാർത്ഥത്തിൽ മത്സരിക്കാൻ ഒരു മണ്ഡലമില്ല. അതായത് പാലായിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. അതെ. അനുഭവങ്ങളാണല്ലോ അത്. വിലയിരുത്തലിന്റെ പിന്നിൽ അനുഭവങ്ങളുണ്ടല്ലോ. അതെ. അപ്പൊ കടുത്തുരുത്തിയിലേക്ക് ഒന്ന് മാറിയാലോ അതല്ലെങ്കിൽ തൊടുപുഴയിലേക്കൊന്ന് പോയാലോ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച പോകുന്നുണ്ടോ? തൊടുപുഴയിലേക്ക് മാറാതെ പറഞ്ഞ ഏതോ ഒരു രാഷ്ട്രീയ എന്താ പറയുന്നത് ഒരു വിശകലനം ചെയ്യുന്ന എക്സ്പേർട്ട് എന്ന് പറയുന്ന ആള് തൊടുപുഴയെ കുറിച്ച് ഞാൻ പറയുന്നത് ഞാനും കേട്ടു. അതാണ് ഞാൻ ചോദിച്ചത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 35 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് 7-9 ബ്ലോക്ക് മെമ്പർമാരുണ്ട്. ആ തൊടുപുഴ നിയമമണ്ഡലം കവർ ചെയ്യുന്ന ഏരിയയിൽ 3 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 2 പേര് ജയിച്ചു, ഒരാൾ കൂറുമാറിപ്പോയി അയോഗ്യരാക്കി, ഇപ്പത്തി വീണ്ടും തിരിച്ചു വന്നു. ഇതാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ തൊടുപുഴയിലത്തെ സ്ഥിതി. ഈ ജോസഫ് ഗ്രൂപ്പിന് പാലാ നിയോജക മണ്ഡലത്തിൽ 17 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഞാൻ പറയാം, ജോസ് കെ മാണിക്ക് എത്രയുണ്ട്? 33 പാലായിൽ. ഇവർക്ക് 17 പഞ്ചായത്ത് മെമ്പർമാരുണ്ട് പാലാ നിയോജക മണ്ഡലത്തിൽ. 3 ബ്ലോക്ക് മെമ്പർമാരുണ്ട് ജോസഫ് ഗ്രൂപ്പിന് പാലായിൽ. 1 ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉണ്ട്. പാലാ മുനിസിപ്പാലിറ്റിയിൽ 3 കൗൺസിലേഴ്സ് ഉണ്ട് ജോസഫ് ഗ്രൂപ്പിൽ. ഇതേ പറയുന്ന ജോസ് കെ മാണി തൊടുപുഴയെ വന്ന് പ്രസിക്കുന്ന പറയുമല്ലോ, ആകെ തൊടുപുഴയിൽ ജോസ് കെ മാണി വിഭാഗത്തിന് 5 പഞ്ചായത്ത് മെമ്പർമാരും 2 മുനിസിപ്പൽ കൗൺസിലർമാരെ ആകെ ഉള്ളത്. അവിടെ അവരുടെ നിയോജക മണ്ഡലത്തിൽ ആകെ മാണി ഗ്രൂപ്പിനുള്ളത് 5 പഞ്ചായത്ത് മെമ്പർമാരും 2 മുനിസിപ്പൽ കൗൺസിലർമാരും. ആ നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണി പോയി മത്സരിക്കണമെന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പരിപാടി നിർത്തിയിട്ട് പോവുകയാണെന്നാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. താങ്കൾ ഈ തവണത്തെ അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നുണ്ടോ? ഇപ്പൊ തൊടുപുഴയ്ക്ക് നിലവിൽ പി ജെ ജോസഫ് എന്ന് പറയുന്ന പ്രഗത്ഭനായ കേരള രാഷ്ട്രീയവും കേരളത്തിലെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക തലങ്ങളെ എടുത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു MLA അവിടെ ഉണ്ട്. അദ്ദേഹം തീരുമാനിക്കട്ടെ. അതെ. കടുത്തുരുത്തിയിലേക്ക് വന്ന് മത്സരിച്ചിട്ട് ഞാനോ? അങ്ങനെ ഒരു പേരാണല്ലോ കേൾക്കുന്നത്. അതായത് കടുത്തുരുത്തി ഞാനോ വേണ്ടേ? തൊടുപുഴയിൽ പി ജെ ജോസഫ് മത്സരിക്കുകയും കടുത്തുരുത്തിയിൽ അദ്ദേഹത്തിന്റെ മോൻസ് ജോസഫിന്റെ തട്ടകമായ കടുത്തുരുത്തിയിലെ ഈ കേരള കോൺഗ്രസ് പാർട്ടി വേറെ വല്ലതും കൊണ്ട് നിർത്തും. പി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് മോൻസ് ജോസഫിനെ പുറത്താക്കി. അതെ, ഞാൻ ആ രീതിയിലല്ലേ. ഒരു കാര്യം ഞാൻ പറയട്ടെ. മാണി സാറ് 1978 ആഭ്യന്തരമന്ത്രിയായി. അദ്ദേഹത്തിനെതിരെ ഒരു ഇലക്ഷൻ കേസ് വന്നു. ആ ഇലക്ഷൻ കേസ് വന്നിട്ട് അന്ന് പാർട്ടി തീരുമാനിച്ചു, മാണി സാർ രാജിവെച്ചു, പി ജെ ജോസഫിനെ ആഭ്യന്തരമന്ത്രിയായി. അതെ, 9 മാസം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നു. 9 മാസത്തിന് ശേഷം മാണി സാറിന്റെ കേസ് കോടതി വന്നു. മാണി സാറിനെ കുറ്റവിമുക്തനാക്കിയ ന്യൂസ് ഇറങ്ങിയ സമയത്ത് പി ജെ ജോസഫ് രാജിവെച്ചു. അന്ന് കേരള കൗമുദി അവിടെ ഹെഡ്ലൈനായിരുന്നു, ജോസഫ് താങ്കൾ ഒരു ജെന്റിൽമാനാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ 2006 അച്യുതാനന്ദൻ ഭരണകൂടത്തിൽ സമയത്ത് അപ്പച്ചനെതിരെ ഒരു കേസ് വന്നു. അപ്പച്ചൻ രാജിവെച്ചു. അഗ്നിശുദ്ധി വരുത്തിയ ഞാൻ ഇനി തിരിച്ചു കയറുള്ളൂ എന്ന് പറഞ്ഞ രാജിവെച്ചത്. തീർച്ചയായും അതൊക്കെ രാഷ്ട്രീയ. അതിനുശേഷം കുർലാഞ്ചേട്ടൻ മന്ത്രിയായി, മോൻസ് മന്ത്രിയായി. മദ്രാസിലെ ശ്രീപെരുമ്പത്തൂർ കോടതി അപ്പച്ചനെ കുറ്റവിമുക്തനാക്കി. അപ്പം അന്ന് TV ചാനലൊക്കെ ഉണ്ടല്ലോ, കുറ്റവിമുക്തനാക്കിയെന്ന് വാർത്ത വന്ന ആ നിമിഷം മോൻസ് ജോസഫ് രാജി സന്നദ്ധ എഴുതി കൊടുത്തു. തീർച്ചയായിട്ടും. അതായത് മോൻസ് ജോസഫ് KSCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പം കടുത്തുരുത്തിൽ അപ്പച്ചൻ കൊണ്ടേ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച ഒരു MLA ആണ്. ഈ കേരള കോൺഗ്രസ് പാർട്ടി പി ജെ ജോസഫിനൊപ്പം ചേർന്ന പിന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അപ്പച്ചൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും
കൂടെ നിന്ന ഇപ്പൊ പാർട്ടിയിലുള്ള ഏക നേതാവ് മോൻസ് ജോസഫാണ്. ഇപ്പൊ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളിൽ. അപ്പം അങ്ങനെയുള്ള ഒരു മോൻസ് ജോസഫിനെതിരെ PJ ജോസഫും അബു ജോൺ ജോസഫും കൂടെ മോൻസ് ജോസഫിനെ വെട്ടാൻ പറയുമെന്ന് പറയുന്നവന്റെ എന്താ പറയുന്നത്, അതിന്റെ യുക്തി എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചോ? അതേ യുക്തിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ സ്നേഹിക്കുന്നവരെ തന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ജനകീയനായ രാഷ്ട്രീയ നേതാവായിട്ടാണ് PJ ജോസഫിനെ എല്ലാവരും വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അത് എതിർചേരിയിലുള്ളവർ പോലും എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, ക്ഷമിക്കുന്ന നേതാവാ. PJ ജോസഫിനെതിരെ ആരൊക്കെ PJ ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രമുഖനായ നേതാവ് BJPയിലേക്ക് പോയി. അപ്പച്ചനെ ഏറ്റവും കൂടുതൽ അപ്പച്ചൻ്റെ പെറ്റായിരുന്നു. നേതാവേന്ന് മാത്രമേ പുള്ളി അപ്പച്ചനെ വിളിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും ആ പുള്ളി ഫോൺ വിളിക്കുമ്പോൾ അപ്പച്ചൻ്റെ മുഖത്ത് സ്മൈൽ വരും. ഇടയ്ക്ക് ഫോൺ വിളിക്കും, ഇടയ്ക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ഒരു ശ്രമം നടത്തിയായിരുന്നു. ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അപ്പച്ചൻ പുള്ളിയുടെ സംസാരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ ഇപ്പോഴും സോഫ്റ്റ് കോർണറാണ്. എന്തൊക്കെ ദ്രോഹങ്ങൾ പബ്ലിക്കായിട്ടിരുന്ന് TV പറഞ്ഞിട്ടുണ്ടോ? ക്ഷമ എന്ന് പറയുന്നത് പഠിക്കേണ്ട ഒരാൾ PJ ജോസഫിൻ്റെ കയ്യിൽ നിന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരോടെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് PJ ജോസഫ്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ സംസാരത്തിനിടയിൽ ഈ മോൻസ് ജോസഫിന്റെ ഒരു വിഷയം പറഞ്ഞപ്പോ താങ്കളുടെ കണ്ണുകൾ നിറയുകയാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയത്തിൽ ചില ചീളുകൾ, അങ്ങനെ ചില കീടങ്ങൾ ഇത്തരത്തില് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട് എന്ന് പറഞ്ഞു പരത്തുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു അമ്മ പറ്റ സഹോദരങ്ങൾ. കീടങ്ങളെ നമ്മൾ ചുമ്മാ ഒരു ബേഗോൺ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പോകുന്നുള്ളൂ കീടങ്ങൾ. അല്ല, അത്രേ ഉള്ളൂ. അത് കീടങ്ങൾക്ക് അത്രേ ഈ നമ്മുടെ സമൂഹത്തിൽ റോളുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഒരു അമ്മ പറ്റ മക്കളെക്കാൾ ഉള്ള ഒരു സ്നേഹത്തോടെ ആണ് പരസ്പരം നിങ്ങൾ ചേർന്ന് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ ഒരു ചെറിയ ഉദാഹരണം VS അച്യുതാനന്ദന്റെ മൃതശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോ പോയിരുന്നു, ഞാനും മനസ്സോടെ പോയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് ആ മൃതശരീരത്തില് അന്തിമോപചാരം അർപ്പിക്കാൻ പോയത്. അപ്പോ ഞാൻ കണ്ടത് മോൻസ് ജോസഫ് അങ്ങയുടെ കയ്യിൽ പിടിച്ചിട്ട് മകൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, VS അരുൺകുമാറിനോട് ഇതിന്റെ ആളാണ് എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം, അതും കണ്ണിയകലാത്ത ഒരു ആത്മബന്ധം നിങ്ങൾ തമ്മിൽ പുലർത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഇരുചേരികളിലാണ് എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയായി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതായത് ഇപ്പം BJPയുടെ കാര്യം നോക്കുക. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് അവരുടെ പ്രചരണം എന്താ? വികസനമാണ് അവരുടെ ഊന്നലെങ്കിൽ വികസനം പറഞ്ഞു വേണം വോട്ട് പിടിക്കാൻ. അവർ വർഗീയത പറഞ്ഞ വോട്ട് പിടിച്ചു, ഇവിടെ സമുദായങ്ങളെ വിഘടിപ്പിച്ച വോട്ട് പിടിച്ചു. LDF എന്താ പറയുന്നത്? അവരും പറയുന്നത് വികസനമൊന്നുമല്ല, അവർ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ വോട്ട് പിടിക്കും. സ്വയം മേന്മ പറയാൻ പറ്റാത്ത ആളുകൾ പിന്നെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റേ ആളെ ചുമ്മാ കരിവരുത്തേക്കുക, കുറ്റം പറയുക എന്നുള്ളതാണ്. അവർക്ക് അവരുടെ പാർട്ടി വളർത്തുകയാണ് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു അവർ. ഇപ്പം ഈ കേരളത്തിൽ കാർഷിക മേഖല തകർന്നിരിക്കും, വന്യജീവി ആക്രമണങ്ങൾ എല്ലായിടത്തും. ആ ക്യാബിനറ്റിൽ ഇരിക്കുന്നൊരു മന്ത്രി അവർക്കുണ്ട്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ യോഗത്തിൽ പോയിരിക്കുന്ന ഒരു വലിയ നേതൃത്വം അവർക്കുണ്ട്. അവിടെ ഇരുന്ന് പറയണ്ടേ, ഇവർ റബ്ബറിന് 250 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് കയറിയവരല്ലേ? അതെ അതെ. ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾ ആ മുന്നണി യോഗത്തിരുന്നേ, സഖാവെ നമ്മൾ പറഞ്ഞതല്ല 250 രൂപ കൊടുക്കാമെന്ന്, നട്ടലുണ്ടോ ചോദിക്കാൻ? ഈ വന്യജീവി വകുപ്പ് ഇത്രയും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രാൻസിസ് ജോർജ് പാർലമെൻറ്റ് ചോദിച്ചപ്പം കേന്ദ്രമന്ത്രി തന്നെ ഉത്തരം കൊടുത്തതാണ്. വെടിവെച്ച് കൊല്ലാം, ഷെഡ്യൂൾ വണ്ണിപ്പെടുന്ന ആന, കടുവ തുടങ്ങിയ മൃഗങ്ങൾ നമ്മുടെ ജീവന് ഭീഷണിയാണെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ 2 ഈ പറയുന്ന നമ്മുടെ ഈ കാട്ടുപന്നി തുടങ്ങിയ ജീവികളെ ജീവന് മാത്രമല്ല സ്വത്തിനും ആപത്താണെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനോട്. അത് നടപ്പാക്കാനല്ല ഇവർ നോക്കേണ്ടത്. ഇവർ കർഷകരുടെ പാർട്ടിയാന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കുന്നത്. അവരുടെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജലവിഭവ വകുപ്പ് ഇദ്ദേഹം അറിഞ്ഞോട്ടൊന്നും അറിയത്തില്ല, ഒരു ബഫർ സോൺ എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു ഒരു 3 മാസം മുമ്പ്. അതായത് നമ്മുടെ ഡാമുകളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ കൃഷിയിടങ്ങളിൽ 120 മീറ്റർ 25 മീറ്റർ വരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ആ മന്ത്രി പോലും അറിഞ്ഞില്ലെന്നാ.
ഇപ്പോൾ പറയുന്നത്. ഈ കൃഷിക്കാരെ മുഴുവൻ ദ്രോഹിക്കുന്ന ഇങ്ങനത്തെ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പം അവർക്ക് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് ഞങ്ങൾ ഇതൊക്കെ ചെയ്തടാ, ഞങ്ങൾക്ക് വോട്ട് എന്ന് പറയാൻ പറ്റാത്ത അവസരത്തിൽ പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എതിർ ചേരിയെ വരുത്തിയേൽപ്പിക്കുക. അവിടെ മൊത്തം പ്രശ്നമാണ്. ഇവിടെ പ്രശ്നം ഇവിടെ എത്തി നോക്കി ഇവിടെ ഞങ്ങൾ തിന്നുന്നത് കപ്പയാണോ കഞ്ഞിയാണോ നോക്കാണ്ട് സ്വന്തം തറവാടിലെ അഴുക്ക് വൃത്തിയാക്കിയിട്ട് അത് ശുദ്ധീകരിക്കാനാണ് എനിക്ക് അവരോട് പറയാറുള്ളത്. അപ്പോൾ 1996 ജോസഫ് സാറ് കടുത്തുരുത്തി മണ്ഡലത്തിൽ മോൻസ് ജോസഫിനെ മത്സരിപ്പിക്കുന്നത്. 96 അതെ, 96 2000 അതെ 96 അതെ അതെ. ആ 96 കാലത്ത് അന്ന് ഒരു ത്രികോണ മത്സരമാണ്. KSCയുടെ സംസ്ഥാന പ്രസിഡന്റ്. ത്രികോണ മത്സരമായിരുന്നു. അതെ അതെ. അത് ജേക്കബ് ഗ്രൂപ്പിലെ PM മാത്യുവും ഒരു PC തോമസും ഒക്കെ മത്സരിച്ചിട്ടും 15,000-ലേറെ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അതെ. 2001 അദ്ദേഹം പരാജയപ്പെട്ടു. എനിക്ക് സ്റ്റീഫൻ ജോർജ്. അതെ. അതിനുശേഷം തുടർച്ചയായി 2 പതിറ്റാണ്ടിലേറെയായിട്ട് നിയമസഭയിൽ സജീവ സാന്നിധ്യമായി പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രിയായി മാറി. VS അച്യുതാനന്ദൻ അറിയപ്പെടുന്ന ഒരു UDF നേതാവായിട്ട് മാറി. അല്ല, പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പിന്നെ പേരും പെരുമയും ഉണ്ടാക്കി. അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VS അച്യുതാനന്ദൻ പലയാവർത്തി അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ പബ്ലിക്കായിട്ട് സ്റ്റേജ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുന്നത് പ്രധാനമായും ജോസ് കെ മാണിയാണെന്ന്. ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സ്വാധീനം ചെലുത്തിയും മുഹമ്മദ് റിയാസിൽ സ്വാധീനം ചെലുത്തിയും മണ്ഡലത്തിന്റെ ഒരു വികസനം, അതായത് PJ ജോസഫ് സാറിന്റെ വാക്ക് കടമെടുത്താൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക? എൻ്റെ അപ്പച്ചനിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നത്, അപ്പച്ചൻ പറയാറുണ്ട്, വികസനത്തിൽ രാഷ്ട്രീയമില്ല. എന്തുകൊണ്ടാണ് ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമില്ലാതെ PJ ജോസഫിനെ ആളുകൾ ബഹുമാനിക്കുന്നത്? PJ ജോസഫ് എപ്പോഴൊക്കെ മന്ത്രിയായിട്ടുണ്ടോ, എവിടെയൊക്കെ ആവശ്യങ്ങളുണ്ടോ, അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ നോക്കത്തില്ല. ആവശ്യമുള്ളിടത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, അത് ഒരു മോഹം നോക്കാതെ, അത് ഈ പറയുന്ന പോലെ എന്തു പറയുന്നത്, ഏത് പക്ഷമാണെന്ന് നോക്കാതെ ചെയ്തിരുന്ന ഒരു നേതാവാണ്. ഒരു രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് നമ്മൾ അല്ല, ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നു അത് തന്നെ. എന്നെ ജയിപ്പിച്ച് വിട്ടത് UDF ആണെങ്കിലും ഞാൻ ഈ നാട്ടിലെ ഇപ്പം തൊടുപുഴയിൽ ഇപ്പം ഈ പറയുന്ന 2 ലക്ഷം വോട്ടർമാരുണ്ട്. അതിനകത്ത് കുറേ ഇടതുപക്ഷക്കാർ അപ്പുറത്ത് വോട്ട് ചെയ്ത് ഇവിടെ വോട്ട് ചെയ്തു. പക്ഷേ PJ ജോസഫ് എന്ന് പറയുന്ന ആ എല്ലാവരുടെയും MLA, തീർച്ചയായിട്ടും അവിടെ ഇന്ന് ജനിച്ചു വീഴുന്ന കൊച്ചിൻ്റെ വരെ MLA. ആ ഒരു പരിഗണന എന്ന് പറയുന്നത്, ഈ സർക്കാർ എന്ന് പറയുന്നതും ഇടതുപക്ഷത്തിൻ്റെ മാത്രം സർക്കാരല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ സർക്കാർ. അവിടെ ഇടതുപക്ഷ MLA ആണെന്നും പറഞ്ഞ് ജോസ് കെ മാണി അല്ലെങ്കിൽ നമ്മുടെ മോൻസ് ജോസഫ് അവിടെ ഇടതുപക്ഷ MLA ആണെന്ന് പറയുന്ന പേരിൽ അവിടെ വികസനം തടസ്സപ്പെടുത്തിയാൽ ഇവർ കാണിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞ ലംഘനമാണ്. UDFന്റെ ഭാഗമായിട്ടുള്ള മോൻസ് ജോസഫിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അവർ കാണിക്കുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഈ നാട്ടിലെ ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും അവൻ്റെ ജീവിതത്തിനും എന്താ പറയുന്നത് സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇവർ ദൈവനാമത്തിലല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ മുകളിലായിരിക്കും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ആളുകളാണ് അത് തടയുന്നതെന്ന് വിചാരിക്കണം. അത് മാത്രമല്ല, അതിലാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. മോൻസ് ജോസഫ് ഇരിക്കുന്ന മണ്ഡലത്തിലെ ഞാൻ പറയാം, ജോസ് കെ മാണി ഇടപെട്ട് അവിടെ കുറച്ച് വികസനം കൊണ്ടുവന്നാൽ ആർക്കാ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ? തീർച്ചയായിട്ടും അത് മോൻസ് ജോസഫിന് തന്നെ. അല്ല, ജോസ് കെ മാണിയെ കൊണ്ടുവന്നതിൽ ക്രെഡിറ്റ് ആർക്കാണ്? ജോസ് കെ മാണിക്കല്ലേ. ജോസ് കെ മാണിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അറിയാൻ പറ്റില്ല. അവിടെ തടയുമ്പോൾ ജനം മുഴുവൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞേ, അവിടെ ഈ ഒറ്റ കാരണം കൊണ്ട് അവിടെ തടയുക എന്ന് പറഞ്ഞു. ആരാ തടയുന്നത്? അദ്ദേഹമാണ് തടയുന്നത് പറയുന്നത്. അടുത്ത പ്രാവശ്യം പുള്ളി അവിടെ സ്ഥാനാർത്ഥിയോട് നിൽക്കുമ്പോൾ ജനം ചോദിക്കുകയല്ലേ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ 5 വർഷം ഞങ്ങളെ പിന്നോട്ട് അടിച്ചതെന്ന് ചോദിക്കുകയല്ലേ അവിടെ പോയി നിൽക്കുവാണെങ്കിൽ. അതേസമയം അവിടെ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഞാനിവിടെ വികസനം കൊണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത്? അത് ജോസ് കെ മാണിക്ക് കിട്ടും. അതേ കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും അതുകൊണ്ടാണ് പറയുന്നത്, PJ ജോസഫ് പറഞ്ഞൊരു പ്രിൻസിപ്പൾ ഉണ്ട്, രാഷ്ട്രീയത്തിൽ വികസനത്തിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം കലർത്തരുത്. അതുകൊണ്ടാണ് PJ ജോസഫ് അവിടെ 46 വോട്ടിന് തൊടുപുഴ ജയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് പിടിച്ച് വീട്ടിൽ കിടന്നിട്ട് മണ്ഡല പര്യടനം എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. പക്ഷെ വീട്ടിലിരുന്ന ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം നയിച്ചത്. തൊടുപുഴത്തെ 12 പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലും 12 പഞ്ചായത്തിലാകെ
ഒരു പഞ്ചായത്തിലെ ഒരു യോഗത്തിലാണ് പങ്കെടുത്ത്, സമാപന സമ്മേളനത്തിൽ മാത്രം. കോർണർ യോഗങ്ങളിലൊന്നും പോയില്ല. ഞങ്ങളൊക്കെ ഓടി നടന്നത്. പിന്നെ രാഹുൽ ഗാന്ധി തൊടുപുഴ വന്നപ്പോൾ തൊടുപുഴ ടൗണിലും പോയി പ്രസംഗിച്ചു. ആകെ പങ്കെടുത്തത് 13 യോഗങ്ങളിലാണ്. POS 22,000 വോട്ടിനാണ് ജയിച്ചത്, വീട്ടിലിരുന്ന്. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് PJ ജോസഫിനെ ഞാൻ പറയുന്ന വികസനത്തിനാണ് വോട്ട്, വികസനത്തിനാണ് വോട്ട്. ചിന്തകൾക്കും വികസനത്തിനും ആശയങ്ങൾക്കുമാണ് തൊടുപുഴത്തെ വോട്ട്. അപ്പോൾ കേരള കോൺഗ്രസ് കൂടുതൽ ശക്തിയോടുകൂടി അടുത്ത UDF സർക്കാരിൻ്റെ ഭാഗമാകും തീർച്ചയായിട്ടും. അപ്പോൾ അപ്പു ജോൺ ജോസഫ് നിയമസഭയിൽ ഉണ്ടാകട്ടെ. അത് ഞാൻ പറഞ്ഞല്ലേ, അതിപ്പം അത് ഞാൻ പറഞ്ഞല്ലേ, ആത്മാർത്ഥമായിട്ട് ഒരു ആശംസ അർപ്പിക്കുകയാണ്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് അപ്പു ജോൺ ജോസഫും കടുത്തുരുത്തിയിൽ നിന്നും നമ്മുടെ മോൻസ് ജോസഫും അതേപോലെ തന്നെ മറ്റ് MLA-മാരും തോമസ് ഉണ്ണിയാടൻ അടക്കമുള്ളവരുടെ ഒരു വൻനിര അടുത്ത UDF സർക്കാരിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.